السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه منيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ മുഴുവൻ കർമ്മങ്ങളും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സാധാരണഗതിയിൽ നമ്മുടെ ക്ലാസ് എല്ലാ വെള്ളിയാഴ്ചയും മഗ്‌രിബിന് ശേഷം കണ്ണൂരിലെ വളവട്ടണം മന്ന റഹ്മാനിയ ജുമാ മസ്ജിദിൽ വെച്ചാണ് നടക്കൽ. അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ യൂട്യൂബിലും മറ്റും അപ്ലോഡ് ചെയ്യാറ്. ഈ ആഴ്ചയിൽ നടന്നിരുന്നു സീറത്തുൻ നബിയുടെ നബി ചരിത്രത്തിൻ്റെ 54-ാമത്തെ ഭാഗം. പക്ഷേ ചില സാങ്കേതിക കാരണത്താൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അപ്പം യൂട്യൂബിലും മറ്റും നമ്മുടെ ക്ലാസ് കൃത്യമായി കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടാമതൊന്നുകൂടി റെക്കോർഡ് ചെയ്തിട്ടിടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉഹദ് യുദ്ധത്തിൻ്റെ വിശദീകരണങ്ങളാണ്. ഏകദേശം 2 ക്ലാസ്സോളം നമ്മൾ ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ക്ലാസ്സുമായിട്ട് ബന്ധമുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയ കുറച്ച് കാര്യങ്ങൾ ആദ്യം സൂചിപ്പിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് നബിതങ്ങളുടെ കൂടെ ഏകദേശം 1000-ഓളം സഹാബാക്കൾ ഉണ്ടായിരുന്നു, അല്ലേ? പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത്? ഒരു പകുതി സ്ഥലം എത്തിയപ്പോൾ, അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും മുനാഫിക്കീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ 300 മുനാഫിക്കീങ്ങളുമായിട്ട് തിരിച്ചുപോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വെറും 700 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ മുനാഫിക്കിൻ്റെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ, ഈ പേര് നിങ്ങൾ ഓർമ്മ വെക്കണം. ഇന്നത്തെ ക്ലാസ്സുമായിട്ട് അതിന് ബന്ധമുണ്ട്. മുനാഫിക്കീങ്ങളുടെ നേതാവാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നിന്നൽ മുനാഫിക്കീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്നാണ് പറഞ്ഞത്. മുനാഫിക്കീങ്ങൾ നരകത്തിൻ്റെ ഏറ്റവും അടിയിലെ തട്ടിൽ എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള മുനാഫിക്കീങ്ങളുടെ നേതാവാണ്. ഒരുപക്ഷെ അബൂജഹലിനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ നബിതങ്ങളെ വേദനിപ്പിച്ച ആളുകളിൽ ഒരാൾ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലായിരിക്കും. കാരണം നബിതങ്ങളുടെ ഭാര്യയെക്കുറിച്ച് വരെ വളരെ മോശമായ ആരോപണം പറഞ്ഞ് പരത്തുകയും നബിതങ്ങളെ മാനസികമായും ശാരീരികമായും അല്ലാതെയും ഒക്കെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്ത വളരെ മോശപ്പെട്ട വൃത്തികെട്ട ഒരാളാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. പിന്നെ അതേപോലെ നമ്മൾ ഉഹദിൻ്റെ രണാങ്കണം പറയുന്ന സമയത്ത് വേറൊരാളെ കൂടി കുറിച്ച് പറഞ്ഞു, അബൂ ആമിർ അർ-റാഹിബ് എന്നറിയപ്പെടുന്ന, പക്ഷേ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനാവ് കൊണ്ട് അയാളെ ഫാസിഖ് എന്ന് വിളിച്ച ഒരു മനുഷ്യനെക്കുറിച്ച്, അല്ലേ? അതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയതാണ്. അയാളുടെ ചരിത്രം എന്തായിരുന്നു? നബിതങ്ങൾ മദീനത്തേക്ക് വരുമ്പം നല്ല സ്വാത്വികനായ, ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ട് വന്നപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാതെ നബിതങ്ങൾക്കെതിരെ പരസ്യമായി ശത്രുത പ്രഖ്യാപിക്കുകയും മക്കത്തേക്ക് പലായനം ചെയ്യുകയും പിന്നീട് മക്ക മുശ്രിക്കീങ്ങളുടെ കൂടെ ഉഹദിൽ നബിതങ്ങൾക്കെതിരെ പോരാടാൻ വരികയും ഒക്കെ ചെയ്ത ഒരു മോശപ്പെട്ട ആൾ. റസൂലുള്ളാഹി എന്നെ തൻ്റെ നാവ് കൊണ്ട് അൽ ഫാസിഖ്, മോശപ്പെട്ട ആൾ എന്ന് വിശേഷിപ്പിച്ച ഒരു വ്യക്തി. അയാളുടെ പേരും മറക്കരുത്. അബൂ ആമിർ അർ-റാഹിബ് എന്നായിരുന്നു അറിയപ്പെടുന്നത്. പിന്നീട് അത് അബൂ ആമിർ അൽ ഫാസിഖ് എന്നായി മാറി. പിന്നെയും കുറേ മഹത്തുക്കളായ സഹാബാക്കളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇതുവരെ നമ്മൾ കേൾക്കാത്ത, എന്നാൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ വലിയ ശ്രേഷ്ഠതയുള്ള മഹാന്മാരായ കുറച്ച് വ്യക്തിത്വങ്ങളെക്കുറിച്ചും. ഒന്ന്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജ്യേഷ്ഠൻ സെയ്ദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. രണ്ടാമതായി നമ്മൾ പറഞ്ഞ സഹാബി അബൂ ദുജാന സിമാക് ഇബ്നു ഖറശ റളിയല്ലാഹു അൻഹു. ഉഹദിൻ്റെ രണാങ്കണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാള് കൈപ്പറ്റുകയും വളരെ ധൈര്യത്തോടുകൂടി ധീരമായ പോരാട്ടം കാഴ്ചവെക്കുകയും ചെയ്ത ഒരു സഹാബിയാണ് അദ്ദേഹം. ചരിത്രത്തിൽ കാണാം, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആക്രമണമുണ്ടായപ്പോൾ നബിയുടെ മേലെ ഇങ്ങനെ കുനിഞ്ഞ് കിടന്നുകൊണ്ട് തൻ്റെ ശരീരം പരിചയാക്കി മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് നേരെ വരുന്ന ഓരോ അമ്പുകളും സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങി അത്രയും വലിയ ത്യാഗം ചെയ്ത ഒരു പ്രധാനപ്പെട്ട സഹാബിയാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം കള്ളപ്രവാചകനായ മുസൈലിമക്കെതിരെയുള്ള യുദ്ധത്തിൽ
യമാമ രണാങ്കണത്തിൽ ഒടിഞ്ഞ കാലുമായി ശക്തമായി പോരാടിയിട്ടാണ് അവസാനം രക്തസാക്ഷിത്വം വഹിക്കുന്നത്. ഇത്രയൊക്കെ ശ്രേഷ്ഠതയുള്ള അബൂ ദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കലും രോഗിയായി. ചില്ലറ രോഗമല്ല, മരിക്കാൻ വരെ സാധ്യതയുള്ള കഠിനമായ രോഗം. അപ്പോൾ ആളുകളൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഭയങ്കരമായിട്ട് വെട്ടിത്തിളങ്ങുന്നു. ആളുകൾക്കൊക്കെ അത്ഭുതമായും. അവർ ചോദിച്ചു, മാലി വജിഹിക യതഹല്ലൽ, അബൂ ദുജാന എന്ത് പറ്റി, ഈ സമയത്തും നിൻ്റെ മുഖം വെട്ടിത്തിളങ്ങുന്നുണ്ടല്ലോ, നീ ഭയങ്കര സന്തോഷവാനാണല്ലോ, എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ അടുക്കൽ എനിക്ക് വളരെ വിശ്വാസമുള്ള 2 അമലുകളുണ്ട്. ആ അമലുകളേക്കാൾ എനിക്ക് വിശ്വാസമുള്ള മറ്റൊരു അമലുമില്ല. അതായത് ഇനി അങ്ങോട്ട് തുടങ്ങുന്ന ഖബർ ജീവിതം മുതലുള്ള ജീവിതത്തിൽ എനിക്ക് ഒരു ആശ്വാസമാകും, അല്ലെങ്കിൽ എനിക്കൊരു സഹായമാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന 2 അമലുകളുണ്ട്. അതിലുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ സമയത്തും ഞാൻ ഇത്രയും അധികം സന്തോഷിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ആ 2 അമലുകൾ ഏതാണെന്നറിയോ? നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും അതേസമയം ഇരുത്തി ചിന്തിപ്പിക്കുന്നതുമായ 2 അമലുകളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ചരിത്രത്തിൽ കാണാം, അദ്ദേഹം പറയുന്നു, കുന്തു ലാ അതകല്ലമു ഫീമാ ലാ യഅനീനി വൽ ഉഖ്റാ ഫകാന ഖൽബി ലിൽ മുസ്ലിമീന സലീമാന. ഒന്നാമത്തെ അമൽ, എനിക്ക് ഭയങ്കര ഉറപ്പുള്ള ഒന്നാമത്തെ അമൽ, ഞാൻ എനിക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെട്ട് സംസാരിക്കുമായിരുന്നില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ അമൽ, എൻ്റെ മനസ്സ് മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ സലീമൻ, പ്യുവറായിരുന്നു. ആരോടും ഒരു വിദ്വേഷവും ഒരു വക്രതയും ഒരു മോശവും ചിന്തയില്ലാത്ത രീതിയിലായിരുന്നു എൻ്റെ കൽബിനെ ഞാൻ കൊണ്ടുപോയിരുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. എന്നാലോചിച്ച് നോക്കിയാൽ, നമ്മൾ ചെറിയ അമലായി കാണുന്ന, ചെറിയ പ്രവർത്തനമായി കാണുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഞാൻ ഇടപെട്ട് സംസാരിക്കുമായിരുന്നില്ല എന്നാണ്. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ ഇടപെട്ടാൽ മതി. എല്ലാ വോയിസുകൾക്കും മറുപടി കൊടുക്കാൻ പോകണ്ട. ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ചർച്ചകളിലും നമ്മൾ ഇടപെടാൻ നിൽക്കണ്ട. എല്ലാ ചർച്ചകളിലും തലയിട്ടിട്ട് അവിടെയൊക്കെ ചെന്ന് അഭിപ്രായം പറഞ്ഞിട്ട് കുളമാക്കാൻ വേണ്ടി നമ്മൾ മെനക്കെടണ്ട. നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അത് നമ്മൾ ചില്ലറക്കാരായിട്ട് കാണുന്നുണ്ടെങ്കിലും അത് ചെറിയ കാര്യമല്ല എന്നാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമത്, ആരോടും ഒരു വെറുപ്പോ വിദ്വേഷമോ ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. എല്ലാ മുസ്ലിമീങ്ങളോടും ഒരു തുറന്ന നല്ല മനസ്സായിരിക്കണം എപ്പോഴും നമുക്ക് ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത സഹാബിയായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു, ചെറുപ്പകാലം മുതൽക്ക് തന്നെ. അപ്പോൾ ആ ചെറിയ കുട്ടിയായ അനസ് റളിയല്ലാഹു അൻഹുവിനെ വളരെ സ്നേഹത്തോടു കൂടി നബി തങ്ങൾ അടുത്ത് വിളിച്ചിട്ട് ഒരിക്കൽ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞുമോനെ, ഇൻ ഖദിർത അൻ തുസ്ബിഹ വ തുംസി വലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദിൻ ഫഫഅൽ. നിനക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ നിൻ്റെ മനസ്സിൽ ആരോടും ഒരു വെറുപ്പുമില്ലാത്ത രീതിയിലാകാൻ കഴിയുമെങ്കിൽ നീ അങ്ങനെ ചെയ്യണം കേട്ടോ. കാരണം എന്താ? യാ ബുനയ്യ വദാലിക മിൻ സുന്നത്തി, പൊന്നുമോനെ, അത് എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഒമൻ അഹബ്ബ സുന്നത്തി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെയും ഇഷ്ടപ്പെട്ടു. ഒമൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ കാന മഈ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവൻ എൻ്റെ കൂടെ ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ നബി തങ്ങൾ വളരെ സ്നേഹത്തിൽ അനസ് റളിയല്ലാഹു അൻഹുവിന് വിളിച്ച് നൽകിയ ഒരു ഉപദേശം, നിൻ്റെ മനസ്സിൽ ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്താതെ നിനക്ക് ദിവസത്തിലെ മുഴുവൻ സമയവും കഴിയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹു നമുക്ക് നൽകിയ ആ ഉപദേശം വളരെ ഗൗരവത്തോടു കൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത്, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ബനു അബ്ദുദ്ദാർ ഗോത്രത്തിൽപ്പെട്ട മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ കൊടിയേന്തിയിരുന്ന പ്രധാനപ്പെട്ട ആൾ തൽഹത്ത് ബിൻ അബി തൽഹ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്ന രംഗം പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പോൾ ആ ഒരു ദ്വന്ദ്വയുദ്ധത്തിന് ശേഷം യുദ്ധം ആരംഭിച്ചു. ഇരുവിഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ തുടങ്ങി. അപ്പോൾ തൽഹത്ത് ബിൻ അബി തൽഹയുടെ കയ്യിൽ നിന്ന് കൊടി വീണപ്പോൾ രണ്ടാമത് അത് എടുത്തത് ഉസ്മാൻ ബിൻ അബി തൽഹ എന്ന് പറഞ്ഞ അയാളുടെ സഹോദരനാണ്. ആ ഗോത്രമാണല്ലോ കൊടി പിടിക്കേണ്ടത്. നേരത്തെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ദീർഘവീക്ഷണത്തിലൂടെ കണ്ടതുപോലെ മുസ്ലിമീങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്തിരുന്നത് ഈ കൊടി പിടിക്കുന്ന ആളുകളിലേക്കായിരുന്നു. കാരണം കൊടി പിടിക്കുന്ന ആളുകളെ താഴെ ഇട്ടാൽ മുസ്ലിമീങ്ങൾക്ക് വിജയം ഉറപ്പായി. അപ്പോൾ അബൂ സുഫിയാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ കൊടി പിടിക്കുന്ന ആളുകളെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടായിരുന്നു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ രണ്ടാമത് കൊടിയെടുത്തത് ഉസ്മാൻ ബിൻ അബി തൽഹയാണ്. ആ രംഗം സങ്കല്പിക്കണേ.
ആദ്യത്തെ യുദ്ധം കഴിഞ്ഞു. ഇപ്പോൾ 2 സൈന്യങ്ങളും ഇങ്ങനെ ഈർത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടുത്ത് വരികയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടങ്ങിയാണ്. അപ്പോൾ ഉസ്മാൻ ബിൻ അബി തൽഹ ഈ കൊടിയൊക്കെ എടുത്ത് അയാളും ഭയങ്കര ആവേശത്തിലാണുള്ളത്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അബൂ സുഫിയാൻ അത്രയും അധികം അവരെ ആവേശം കയറ്റിയിരുന്നു. അപ്പോൾ അയാളിങ്ങനെ പാട്ടൊക്കെ പാടുന്നത് ഇന്ന അല അഹ്ലിൽ ലിവാഇ ഹഖ്ഖ അൻ തുഖ്ലബ അസ്സഅദത ഔ തൻദഖ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ആവേശത്തോടു കൂടിയാണ് അയാളിങ്ങനെ വരുന്നത്. പക്ഷേ അയാളുടെ ആവേശവും ആ പാട്ടും ഒന്നും അധിക നിമിഷം നീണ്ടുന്നില്ല. അപ്പോഴേക്കും അയാളുടെ മേലേക്ക് ചാടി വീണ് കഴിഞ്ഞിരുന്നു. ആരാ ചാടി വീണത്? അസദുല്ലാഹി വഅസദു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സിംഹക്കുട്ടി ഹംസ ഇബ്ൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മേലേക്ക് ചാടി വീണു എന്ന് മാത്രമല്ല, ഫളറബഹു അല ആതിഖിഹി ലർബതൻ ബതറത് യദുഹു മഅ കതിഫിഹിന, അദ്ദേഹം അയാളുടെ ആ കൊടി പിടിച്ച കൈയിലേക്ക് ഇങ്ങനെ ചുമലിലേക്ക് ഒരു വെട്ടി. ആ വെട്ടിൻ്റെ കാടിന് എത്രമാത്രം കൂടുതലാണെന്നറിയോ? ഹത്ത വസലത് ഇല സുറത്തിഹിന, ആ വെട്ടിങ്ങനെ മുറിഞ്ഞു പോയി അവൻ്റെ പൊക്കിൾ ഭാഗം വരെ എത്തിയെന്ന. ഈ ഭാഗം മുഴുവൻ ഇങ്ങനെ അടർന്നു പോയി. വലത്തേക്കാണല്ലോ കൊടി പിടിക്കുന്നത്. ഈ ഭാഗം മുഴുവൻ പൊക്കിൾ വരെ ഇങ്ങനെ അടർന്നു പോയിന്ന. സുബ്ഹാനല്ലാഹ്, ആ വെട്ടിൻ്റെ പവറൊന്ന് ആലോചിച്ച് നോക്കിയാൽ. വെറുതെ അല്ല, അസദുല്ലാഹു അസദു റസൂലി, അള്ളാഹുവിൻ്റെ സിംഹമെന്നും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിംഹമെന്നും ഈ മഹാനവറുകൾക്ക് പേര് കിട്ടിയത്. അത്രയും പവർ ഉണ്ടായിരുന്നു, അത്രയും യുദ്ധവീര്യം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു ഹംസ ഇബ്ൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ തൽഹത്ത് ബിൻ അബി തൽഹയെ സുബൈർ റളിയല്ലാഹു അൻഹു കൊന്നു. അനിയൻ ഉസ്മാൻ ബിൻ അബി തൽഹയെ ഹംസ റളിയല്ലാഹു അൻഹു കൊന്നു. പിന്നെ അടുത്തത് അവരുടെ മൂന്നാമത്തൊരു സഹോദരൻ അബൂ സഅദ് ഇബ്ൻ അബി തൽഹ എന്ന് പറഞ്ഞ ആൾ കൊടിയെടുത്തു. അയാളെയും വെറുതെ വിട്ടില്ല. അയാളുടെ ആവേശവും കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അപ്പോഴേക്കും വൺ ഓഫ് ദ ബെസ്റ്റ് ആർച്ചർ എമംഗ് ദ മുസ്ലിംസ് എന്നറിയപ്പെട്ടിരുന്ന മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ അമ്പെയ്ത്തുകാരിൽ വളരെ ടോപ്പായിരുന്ന ആൾ, ആദ്യമായിട്ട് ഇസ്ലാമിക മാർഗത്തിൽ അമ്പെയ്ത സഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റതോഴൻ, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട സഹാബി സഅദ് ഇബ്ൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ നേരെ അമ്പെയ്തു. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്പെയ്ത്ത് ഒരിക്കലും തെറ്റൂല. കാരണം ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പെയ്ത്തുകാരിൽ ഒരാളായിട്ടാണ് അദ്ദേഹം എണ്ണപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന അബൂ സഅദ് ഇബ്ൻ അബി തൽഹ എന്ന് പറഞ്ഞ ആളുടെ നേരെ ഈ തൊണ്ടക്കുഴിയിൽ തന്നെ അത് കുത്തിത്തറക്കുകയും അദ്ദേഹത്തിൻ്റെ നാവ്, ഒരു നായുടെ നാവ് പുറത്തേക്ക് വരുന്നത് പോലെ അയാളുടെ നാവ് പുറത്തേക്ക് വന്ന് അയാൾ മറിഞ്ഞു വീഴുകയും ചെയ്തു. ശ്രദ്ധിക്കണം. അപ്പോൾ ടോട്ടൽ 3 ആളുകൾ കൊടി ഒന്നിന് പുറകെ ഒന്നായിട്ട് എടുത്തു. അവർ 3 പേരും മരിച്ചു. ഇവർ 3 പേരും സഹോദരന്മാരായിരുന്നു. പിന്നീട് 4ാമത് കൊടി എടുത്തത് മുസാഫി എന്ന് പറഞ്ഞ ആളാണ്. അത് ആദ്യം സുബൈർ റളിയല്ലാഹു അൻഹു കൊന്ന തൽഹത്ത് ബിൻ അബി തൽഹയുടെ മകനാണ്. മുസാഫിയ എടുത്തത്, അയാളെയും സഹാബാക്കൾ കൊല്ലും. പിന്നെ അതിനുശേഷം കിലാബ് എന്ന് പറഞ്ഞ ആളെടുക്കുക, അയാളും തൽഹയുടെ മകനാണ്. പിന്നെ ജുലാസ്. ഈ 3 പേരും ആദ്യം സുബൈർ റളിയല്ലാഹു അൻഹു കൊന്ന തൽഹ എന്ന് പറഞ്ഞ ആളുടെ മകനാണ്. ഇവർ 3 പേരെയും മുസ്ലിമീങ്ങൾ ഒന്നിന് പിറകെ ഒന്നായിട്ട് കൊന്നു. ഒരാളെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു കൊന്നത്. ബാക്കി മുസാഫിനെയും, തൽഹയുടെ മകനായ മുസാഫിനെയും ജുലാസിനെയും കൊന്നത് ആസിം ഇബ്ൻ സാബിത് ഇബ്ൻ അബിൽ അഖ്ലഹ് എന്ന് പറഞ്ഞ ഒരു അൻസാരി സഹാബിയാണ്. അദ്ദേഹം, നമ്മൾ ഇവരുടെ ഒന്നും പേര് കേട്ടിട്ടില്ല. നമുക്കൊക്കെ സഹാബാക്കളെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെക്കുറിച്ചും ഭയങ്കര അറിവാണെന്നാണ് പൊതുവെയുള്ള ധാരണ. പക്ഷേ മഹാന്മാരായ സഹാബാക്കളുടെ ഓരോരുത്തരുടെയും പേര് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ആസിമിന് സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത, അദ്ദേഹവും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് അമ്പെയ്യുന്ന നല്ലൊരു പോരാളിയായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇനി വീണ്ടും വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ തൽഹയുടെ 2 മക്കളെ മുസാഫിനെയും ജുലാസിനെയും കൊന്നത് ഇദ്ദേഹമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അമ്പെയ്യുന്ന സമയത്ത് ഖുദ്ഹ വഅന ഇബ്നു അബിൽ അഖ്ലഹ്, എന്നാ പിടിച്ചോടാ, ഞാൻ ഇബ്നു അബിൽ അഖ്ലഹിൻ്റെ മോനാടാ എന്ന് പറഞ്ഞിട്ടാണ് അമ്പെയ്തത്. അപ്പോൾ അമ്പെയ്തിട്ട് മരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരുടെ ഉമ്മ അന്ന് യുദ്ധത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മയുടെ പേര് സുലാഫ ബിൻത് സഅദ് എന്ന. പേര് മറക്കരുത്, കാരണം പിന്നീട് ചരിത്രത്തിലും ഈ പേര് വരുന്നുണ്ട്. ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ പേരും മറക്കരുത്, സുലാഫയുടെ പേരും മറക്കരുത്. ഈ സുലാഫ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉമ്മ, അതായത് തൽഹയുടെ ഭാര്യ, അവരും യുദ്ധത്തിന് വന്നിട്ടുണ്ടായിരുന്നു. മരിക്കാൻ പോകുന്ന, ചക്രശ്വാസം വലിക്കുന്ന ഈ 2 മക്കളെ അവരുടെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ ചോദിച്ചു, മക്കളെ, ആരാണ് നിങ്ങൾക്ക് ഈ സ്ഥിതി വരുത്തിയത്? ആരാണ് നിങ്ങൾക്കെതിരെ അമ്പെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആരാണെന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ അമ്പെയ്യുന്ന സമയത്ത് ഖുദ്ഹ വഅന ഇബ്നു അബിൽ അഖ്ലഹ് എന്നയാൾ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് സുലാഫ ഒരു പ്രതിജ്ഞ ചെയ്യും. എന്തായിരുന്നു സുലാഫയുടെ പ്രതിജ്ഞ? ഞാൻ ഈ ഇബ്നു അബിൽ അഖ്ലഹ് എന്ന് പറഞ്ഞ ആസിം റളിയല്ലാഹു അൻഹുവിനെ പിടികൂടും, അയാളെ കൊല്ലും,
അയാളുടെ തല അറുത്തിട്ട് ആ തലയോട്ടിക്കുള്ളിൽ കള്ളൊഴിച്ചിട്ട് ഞാൻ കൊടുക്കും എന്നൊരു പ്രതിജ്ഞ ആര് ചെയ്തു? സുലാഫ ബിൻത് സഅദ് എന്ന് പറഞ്ഞ സ്ത്രീ ചെയ്തു. ആരുടെ തലയോട്ടിയിലാണ്? ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ തലയോട്ടിയിൽ. പിന്നെ ആ നേർച്ച, ആ ഒരു നേർച്ചയാണല്ലോ, അതൊരു പ്രതിജ്ഞ ആണല്ലോ. ആ പ്രതിജ്ഞയ്ക്ക് അല്ലെങ്കിൽ ആ നേർച്ചയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൽ തുടർന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറയും. ആസിം റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടിക്കുന്നുണ്ട്. ശത്രുക്കളുടെ കൈകളാൽ അദ്ദേഹം ഷഹീദാക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ സുലാഫയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം സുലാഫ ആ തലയോട്ടിയിൽ കള്ളൊഴിച്ചു കുടിച്ചോ ഇല്ലേ എന്നുള്ളത് തൽക്കാലം ഒരു സസ്പെൻസായിട്ട് നിൽക്കട്ടെ. അത് നമുക്ക് പിന്നീട് ആ സമയത്ത് പറയാം. ഇപ്പോൾ ഏകദേശം 6 പേര്, കൊടിവാഹകരായ 6 പേരെ മുസ്ലിമീങ്ങൾ കൊന്നു. 3 പേര് സഹോദരന്മാരായിരുന്നു. പിന്നീട് ആ മൂത്ത ഏട്ടൻ്റെ 3 മക്കളെയും മുസ്ലിമീങ്ങൾ കൊന്നു. ആ 6 പേരും ഒരേ വീട്ടിൽ നിന്നുള്ളവരായിരുന്നു. അടുത്തത് പിന്നെ എടുക്കുന്നത് അർത്ത ഇബ്നു ശുറഹ്ബീൽ എന്ന് പറഞ്ഞ ആളെടുത്തു. പിന്നെ അതിനുശേഷം 4ഓളം പേരെടുത്തു. ഏകദേശം 10 പേരാണെന്ന് ഉണ്ടായിരുന്നത്. ഈ 10 പേരെയും മുസ്ലിമീങ്ങൾ വധിച്ചു. അതിൽ വീണ്ടും ഒരാളെ ഹംസ റളിയല്ലാഹു അൻഹു ആണ് വധിച്ചത്. ബാക്കി 3 പേരെ, കൊടിവാഹകരിൽ അവസാനത്തെ 3 പേരെ വധിച്ചത് ഖുസ്മാൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഖുസ്മാൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്, ഒരു സ്റ്റോറിയുണ്ട്. നമ്മൾ ഉഹദിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഉഹദിനെ കുറിച്ച് നമ്മൾ അറിയാൻ ഒരുപാടുണ്ട് എന്നുള്ളത്. ഒരുപാട് പാഠങ്ങൾ തരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ തന്നെ ഏറ്റവും വലിയ പാഠപുസ്തകം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ് ഉഹദിൻ്റെ രണാങ്കണം. ഖുസ്മാൻ്റെ പിന്നിലുള്ള സംഭവവും അത് നമുക്ക് തരുന്ന പാഠവും ഒരു പക്ഷേ നിങ്ങൾ അത് മുമ്പ് കേട്ടിട്ടുണ്ടാകാനുള്ള സാധ്യത പോലുമില്ല. ഖുസ്മാൻ എന്ന് പറഞ്ഞ ആളാരാ? ഖുസ്മാൻ എന്ന് പറഞ്ഞ ആൾ മുനാഫിക്കീങ്ങളിൽപ്പെട്ട ഒരാളാണ്, സഹാബിയല്ല അദ്ദേഹം. അയാൾ മുനാഫിക്കീങ്ങളെല്ലാവരും പിന്തിരിഞ്ഞു പോയപ്പം അയാളും യുദ്ധത്തിന് വരാതെ വീട്ടിലിരിക്കുകയായിരുന്നു. ബനൂ ലഫർ ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഇയാൾ. യുദ്ധത്തിലൊന്നും പോകാതെ, നബിതങ്ങളോട് ഭയങ്കര ശത്രുതയാണ്, യുദ്ധത്തിലൊന്നും പോകാതെ വീട്ടിലിരിക്കുക. അപ്പോൾ അന്ന് ഉഹദിൻ്റെ രണാങ്കണത്തിൻ്റെ അന്ന് രാവിലെ ബനൂ ലഫർ ഗോത്രത്തിലെ സ്ത്രീകളെല്ലാം ഇയാളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ല ഖുസ്മാനെ, ആണുങ്ങളൊക്കെ യുദ്ധത്തിന് പോയി കേട്ടോ, ഇനി ഇവിടെ പെണ്ണുങ്ങൾ മാത്രമേ ബാക്കിയായുള്ളൂ. അല്ലപ്പാ, നിന്നെ ഇവിടെ കാണുന്നുണ്ടല്ലോ, നീ ആണല്ലാന്ന് തോന്നുന്നല്ലേ? ആണുങ്ങളൊക്കെ യുദ്ധത്തിന് പോയി, ആണുങ്ങളിവിടെ കാണുന്നില്ല, ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, പിന്നെ നിന്നെ ഇവിടെ കാണുന്നുണ്ട്, അപ്പോൾ നീ ആണല്ലേ, നീ ഇവിടെ തന്നെ എന്തുകൊണ്ടാണ് ബാക്കിയാത് എന്നൊക്കെ പറഞ്ഞിട്ട് ബനൂ ലഫർ ഗോത്രത്തിലെ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് ഇദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ആൾ മുനാഫിക്കാണെങ്കിലും നബിതങ്ങളോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ഷുജാഇ ആയിരുന്നു. കാരണം ഷുജാഅൻ എന്ന ചരിത്രത്തിൽ കാണാം, ഭയങ്കര ധൈര്യമുള്ള പോരാളിയായ മനുഷ്യനായിരുന്നു. അപ്പോൾ നമുക്കറിയാം അറബികളെ സംബന്ധിച്ചിടത്തോളം ബാക്കി എന്തോ ഇവർ സഹിക്കും, പക്ഷെ അഭിമാനത്തിൽ തൊട്ട് കളിക്കുന്നത് ഇവർക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യം. അപ്പോൾ അയാളുടെ അഭിമാനത്തിന് ക്ഷതമേറ്റപ്പം റസൂലുള്ളാഹിക്കും അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും സഹായിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അഭിമാനത്തിൻ്റെ പേരിൽ, ഹമിയത്തിൻ്റെ പേരിൽ ഇയാൾ യുദ്ധത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ധരിച്ച് ആയുധങ്ങളൊക്കെ എടുത്ത് ഉഹദിലേക്ക് നേരെ പുറപ്പെട്ടു. അപ്പോൾ ബാക്കിയുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി താൻ ആണാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണല്ലോ ഇയാൾ വരുന്നത്. അപ്പോൾ ഇയാൾ നേരെ ചരിത്രത്തിൽ കാണാം സഫുകളൊക്കെ ഇങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് ഒന്നാമത്തെ സഫിൽ തന്നെ പോയി നിന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫുകളെ റെഡിയാക്കുന്ന സമയത്താണ് ഇയാൾ ഉഹദിലേക്ക് എത്തുന്നത്. അപ്പോൾ സഫുകളൊക്കെ ഇങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് ഒന്നാമത്തെ സഫിലേക്ക് ഇയാൾ ചെന്ന് നിന്നു. ഒന്നാമത്തെ സഫിൽ നിന്ന് ഭയങ്കരമായിട്ട് ആവേശമൊക്കെ കാണിച്ച് വക്കാന അവ്വലു മൻ റമാ മിനൽ മുസ്ലിമീന ബിസ്സഹം, അന്നത്തെ യുഹദിൻ്റെ രണാങ്കണത്തിൽ സുബൈർ റളിയല്ലാഹു അൻഹു മറ്റേയാളെ കൊന്നതിന് ശേഷം 2 ടീമുകളും പരസ്പരം യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പം ആദ്യമായി മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അമ്പെയ്ത ആൾ ഈ ഖുസ്മാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ അമ്പും യുർസിലു നബ്ലൻ കഅന്നഹ റിമഹ്, ഓരോ അമ്പും അദ്ദേഹം എയ്ത് വിടുമ്പോൾ അത് ചെന്ന് തറക്കുന്നത് ഒരു കുന്തം പോലെയായിരുന്നു എന്നാണ്. അത്രക്കും ശക്തിയുള്ള ഏറായിരുന്നു അദ്ദേഹത്തിന്, ഭയങ്കര ശക്തമായിട്ട് പോരാടി. ചരിത്രത്തിൽ കാണാം. പിന്നെ അതിനുശേഷം അമ്പെയ്തു. പിന്നെ ശത്രുക്കൾ രണ്ടും കൂട്ടിമുട്ടിയ സമയത്ത് പിന്നെ അമ്പും വില്ലൊക്കെ മാറ്റി വെച്ചു വാളുകൊണ്ടും ശക്തമായ പോരാട്ടമൊക്കെ കാഴ്ചവെച്ചു. ഖുതില സബ്അതൻ ഔ തിസ്അതൻ, ഏകദേശം 7 അല്ലെങ്കിൽ 9 പേരെ ഒറ്റയ്ക്ക് ഇയാൾ കൊന്നു. സഹാബാക്കളെല്ലാം നോക്കിയിട്ട് അമ്പരന്ന് അവർ അത്ഭുതപ്പെട്ടു. അയ്യുന യഖ്ദിറു അൻ യഫ്അല മിസ്ല മാ ഫഅൽ എന്നൊക്കെ ആളുകൾ ചോദിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് ഇയാൾക്ക് സാധിച്ച പോലെ സാധിക്കുക എന്നൊക്കെ പറഞ്ഞ് സഹാബാക്കൾ ഇങ്ങനെ അത്ഭുതപ്പെടാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലും ആരോ പോയിട്ട് ഇയാളെക്കുറിച്ച് പറഞ്ഞു, അയാളെക്കുറിച്ച് നമ്മൾ മുനാഫിക്കാന്നൊക്കെ അല്ലേ വിചാരിച്ചിരുന്നത്, പക്ഷേ അയാൾ ഭയങ്കര ശക്തമായിട്ട് പോരാടുന്നു, സഹാബാക്കൾക്ക് പോലും അയാൾ പോരാടുന്നത് പോലെ പോരാടാൻ കഴിയുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ ചെന്ന് പറഞ്ഞു. നബിതങ്ങൾ എടുത്ത വായിക്ക് പറഞ്ഞു, ഹുവ മിൻ അഹ്ലിന്നാർ, അയാൾ നരകവാസിയാണെന്ന് പറഞ്ഞു.
സഹാബാക്കളെല്ലാം ഭയങ്കര അത്ഭുതമായി. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കാൻ, എന്ത് ഈ റസൂലുള്ള പറയുന്നത്? ഉഹദിൻ്റെ രണാങ്കണത്തിൽ ഏറ്റവും ശക്തമായി പോരാടുന്ന ഒരു മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പോരാളിയെപ്പറ്റി റസൂലുള്ള പറയാ ഹുവ മിൻ അഹ്ലിന്നാർ. മറ്റൊരു വിവാഹത്തിൽ കാണാം, അപ്പം തന്നെ ഒരു സഹാബി നേരെ ഇറങ്ങിപ്പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സത്യമാണോ എന്ന് നോക്കാൻ വേണ്ടി അയാളെ പിന്തുടർന്നു എന്നാണ്. അങ്ങനെ അയാൾ ശക്തമായി പോരാടി അവസാനം പരിക്കേറ്റ് രണാങ്കണത്തിലേക്ക് മറിഞ്ഞു വീണു. അപ്പോൾ ഖത്താദത്ത് ബിൻ നുഅ്മാൻ എന്ന് പറഞ്ഞ സഹാബി അദ്ദേഹത്തിൻ്റെ അടുക്കലൂടെ കടന്നുപോയി റളിയല്ലാഹു അൻഹു. അപ്പോൾ അയാളിങ്ങനെ പരിക്കേറ്റ് വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഖത്താദത്ത് ബിൻ നുഅ്മാൻ പറഞ്ഞു, ഖുസ്മാൻ, നീ സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളുക, നിനക്കിതാ ഷഹാദത്ത് കിട്ടിയിരിക്കുന്നു, നിന്നെ കാത്തിരിക്കുന്നത് സ്വർഗ്ഗമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ സന്തോഷ വാർത്ത അറിയിച്ചു. പക്ഷെ ഖുസ്മാൻ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, ബിമാദ ഉബശ്ശർ, ഞാൻ എന്ത് സന്തോഷിക്കാനാ, വല്ലാഹി മാ ഖാതൽതു ഇല്ലാ അലാ അഹ്സാബി ഖൗമി, ഞാൻ യുദ്ധം ചെയ്തത് നിൻ്റെ റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ്ക്ക് വേണ്ടി ഒന്നല്ലടോ, ഞാൻ എൻ്റെ ജനതയുടെ അഭിമാനത്തിന് വേണ്ടിയാണ് പോരാടിയത് എന്ന് പറയുകയും അയാളുടെ കുന്തം ഇങ്ങനെ നാട്ടി നിർത്തുകയും അതിലേക്ക് തൻ്റെ തൊണ്ടക്കുഴി ഇങ്ങനെ വെച്ചിട്ട് അമർത്തിയിട്ട് സ്വന്തം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. സദഖല്ലാഹ് വസദഖ റസൂലു, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് 100% ശരിയായിരുന്നു. മറ്റേ സഹാബി ഓടി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ അഷ്ഹദു അന്നക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു റസൂലെ, അങ്ങ് പറഞ്ഞത് 100% ശരിയായി. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞ 2 വാക്കുണ്ട്, അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത് റസൂലുള്ള പറഞ്ഞു, ഇന്നല്ലാഹ തആല യുഅയ്യിദു ഹാദ ദീന ബിർറജുലിൽ ഫാജിർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ ചിലപ്പം ഒരു മോശപ്പെട്ട വ്യക്തിയുടെ കരങ്ങൾ കൊണ്ട് ശക്തിപ്പെടുത്തുന്നു. അങ്ങനെയുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, നിങ്ങൾ തന്നെ അത് സങ്കല്പിച്ച് നോക്കിയാൽ മതി. പല ഉദാഹരണങ്ങളും നമ്മൾക്ക് ഇന്ന് ആധുനിക ലോകത്ത് കാണാൻ പറ്റും. ചിലപ്പോൾ അള്ളാഹു ഈ ദീനിനെ ശക്തിപ്പെടുത്തുക ഒരു ഫാജിറായ മോശപ്പെട്ട ആളുടെ കൈകൾ കൊണ്ടായിരിക്കും. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്, നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ള പറഞ്ഞു, ഇന്ന റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദു ലിന്നാസ്, ഒരു വ്യക്തി ചിലപ്പം ജനങ്ങളുടെ കണ്ണിൽ നല്ലതാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ സ്വർഗവാസികളുടെ അമലാണെന്ന് തോന്നുന്ന അമലുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. വഹുവ മിൻ അഹ്ലിന്നാർ, പക്ഷേ അയാൾ നരകവാസികളിൽ പെട്ട ആളായിരിക്കും. നേരെ തിരിച്ചു, ചില ആളുകൾ ജനങ്ങളുടെ കണ്ണിൽ നരകവാസികളുടെ അമലിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷേ അയാൾ സ്വർഗവാസികളിൽ പെട്ടതായിരിക്കും. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ ആഖിബത്ത് അനുസരിച്ചിട്ടാണ് നമ്മുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുക. നമ്മൾ അവസാനം നമ്മുടേത് എങ്ങനെയാകുന്നോ അതനുസരിച്ചിട്ടാണ് നമ്മൾ സ്വർഗത്തിലും നരകത്തിലും ഒക്കെ പോവുക. അള്ളാഹു കാക്കട്ടെ, വളരെ നല്ല രീതിയിലുള്ള ജീവിതമാണ്, പക്ഷേ അവസാനം ഖുസ്മാനെ പോലെയുള്ള ഒരു അന്ത്യമാണെങ്കിൽ അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ, നമ്മുടെ അവസ്ഥ വളരെ ഭയാനകരമായിരിക്കും. അപ്പോൾ ഈ ഒരു വലിയ പാഠം ഉഹദിൻ്റെ രണാങ്കണം നമുക്ക് നൽകുന്നുണ്ട്. ഇതേ ഉഹദിൽ തന്നെ ആഖിബത്ത് നന്നായ ആളുടെ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്, ഉഹദ് എന്നുള്ളത് ഒരു വലിയ പാഠപുസ്തകം എന്ന് പറഞ്ഞത്. ആഖിബത്ത് നന്നായിട്ട് സ്വർഗത്തിൽ പോയ ഒരാളുടെ പാഠവും നമുക്ക് ഉഹദ് പകർന്നു നൽകുന്നുണ്ട്. ആരായിരുന്നു അത്? അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം അറിയപ്പെടുന്നത് ഉസൈരിം ബനി അബ്ദുൽ അഷ്ഹൽ നാം. അബ്ദുൽ അഷ്ഹൽ, ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിലെ ഉസൈരിം എന്നറിയപ്പെടുന്ന ഒരു സഹാബി റളിയല്ലാഹു അൻഹു. ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗോത്രം. അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽ നിന്നുള്ള എല്ലാവരും മുസ്ലിമായി, പക്ഷേ ഈ ഉസൈരിം മാത്രം മുസ്ലിമായില്ല. അദ്ദേഹത്തിൻ്റെ പേര് അംർ ബിൻ സാബിത്ത് അൽ ഔസി റളിയല്ലാഹു അൻഹു എന്നാണ് ഉസൈരിം എന്ന് അറിയപ്പെട്ടിരുന്നത്. ഉസൈരിം മാത്രം മുസ്ലിമായില്ല, ബാക്കി എല്ലാവരും മുസ്ലിമായി. അപ്പോൾ ഉഹദിന് സഹാബാക്കൾ പോയ അന്നത്തെ ദിവസം രാവിലെ ഇയാളുടെ ഗോത്രത്തിൻ്റെ അടുക്കൽ വന്നിട്ട് സഅദ് ബിൻ മുആദ് എവിടെയെന്ന് ചോദിച്ചു. സഅദ് ബിൻ മുആദ് റസൂലുള്ളാഹിനെ സഹായിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് പുറപ്പെട്ടു. എൻ്റെ ജനതയിലെ ബാക്കിയുള്ള ആളുകൾ എവിടെ? അവരും ഉഹദിലേക്ക് പുറപ്പെട്ടു. എന്തിനാ പോയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇയാളുടെ മനസ്സിൽ ചെറിയ മാറ്റം വന്നു. ആ സമയത്ത് ആരോ അദ്ദേഹത്തിന് ഇസ്ലാമിനെക്കുറിച്ച് ചെറിയ രീതിയിൽ വിശദീകരിച്ചു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തപ്പം അയാൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായി. അദ്ദേഹം പെട്ടെന്ന് തന്നെ മുസ്ലിമായി, തൻ്റെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് അണിഞ്ഞു, ആയുധങ്ങളൊക്കെ എടുത്തു, നേരെ ഉഹദിലേക്ക് പുറപ്പെട്ടു. ഉഹദിലെത്തിയിട്ട് അദ്ദേഹം ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. അവസാനം അദ്ദേഹം വെട്ടുകളൊക്കെ കൊണ്ട് പരിക്കൊക്കെ പറ്റി ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് മറിഞ്ഞു വീണു. പിന്നീട് രണാങ്കണം കഴിഞ്ഞ് സഹാബാക്കൾ പരിക്കേറ്റവരെ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഉസൈരിം അവരുടെ കൂട്ടത്തിൽ. ആളുകൾ പറഞ്ഞു, ഇതാ അല്ല, ആരാ ഇത്? ഉസൈരിമല്ലേ? നമ്മൾ വരുന്ന സമയത്ത് ഇവൻ ശക്തനായ നിഷേധിയാണല്ലോ, ഇവൻ എന്ത് പറ്റി? അവർ ഉസൈരിമിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, മാ ജാഅ ബിക യാ അംർ, ഏ അംറേ, നീ എന്തിനാ ഇവിടെ വന്നത്? അഹദ്ബൻ അലാ ഖൗമിക് അം റഗ്ബതൻ ഫിൽ ഇസ്ലാം,
നിൻ്റെ ജനതയോടുള്ള ആ വംശീയതയുടെ വർഗീയതയുടെ പേരിൽ നീ വന്നതാണോ, അതല്ല ഇസ്ലാമിനെ ആഗ്രഹിച്ചിട്ട് നീ വന്നതാണോ എന്നവർ ചോദിച്ചു. ആ സമയത്ത് ആ പാവം സഹാബി മരിക്കാൻ വേണ്ടി പോവാ, അന്ത്യശ്വാസം വലിക്കാൻ വേണ്ടി പോവാ. ആ സമയത്ത് അവസാനം പറഞ്ഞു, ബൽ റഗ്ബതൻ ഫിൽ ഇസ്ലാം, അല്ല അല്ല അല്ല, ഞാൻ ഇസ്ലാമിലുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ വന്നതാണ്. അസ്ലം തു, ഞാൻ മുസ്ലിമായി. വഖാതൽ തു, ഞാൻ യുദ്ധം ചെയ്തു. ഹത്ത അസാബനി മാത്രം, ഇതാ ഞാൻ എൻ്റെ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പരിക്കുകളൊക്കെ എനിക്ക് സംഭവിച്ചിരിക്കുന്നു. ഞാൻ മുസ്ലിമായിട്ടാണ് വന്നത് എന്ന് അദ്ദേഹം പറയുകയും ഫലം യബ്രഹു ഹത്തമാത്, അവനവിടെ നിന്ന് മാറിപ്പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു എന്നാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലമിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗവാസിയാണെന്ന്. ഒറ്റ റക്അത്ത് പോലും ഈ മഹാൻ നിസ്കരിച്ചിട്ടില്ല, ഒറ്റ സുജൂദ് പോലും ഈ മഹാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നഹു ലമിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസികളുടെ കൂട്ടത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത പുണ്യമായ നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാൻ ഇപ്രകാരം പറഞ്ഞു, അമില ഖലീലൻ വ ഉജ്റ കസീറ, കുറച്ച് അമലുകളെ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സാധാരണഗതിയിൽ ഈ ഹദീസ്, ഈ സംഭവം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അവരോടൊരു ക്യുസ് പോലെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, അഖ്ബിറൂനി അൻ റജുലിൻ ദഖലൽ ജന്ന വലം യുസല്ലി ലില്ലാഹി അസ്സ വജല്ല സ്വലാത്തൻ, അള്ളാഹുവിന് വേണ്ടി ഒരു റക്അത്ത് പോലും നമസ്കരിക്കാത്ത ഒരാളെക്കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ എന്നൊരു ക്യുസ് പോലെ അദ്ദേഹം ആദ്യം ചോദിക്കും. അങ്ങനെ ആർക്കും ഉത്തരം കിട്ടാതാവുമ്പം അദ്ദേഹം തന്നെ പറയുമായിരുന്നു, ഉസൈരിം ബനി അബ്ദുൽ അഷ്ഹൽ അംർ ബിൻ സാബിത്ത് വഖ്ഷ് എന്ന ആളാണ് അത് എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം ഈ സംഭവം ശിഷ്യന്മാരെ കേൾപ്പിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹു അല്ലേ നമുക്കൊരു നമുക്കും മരിക്കണ്ടേ അല്ലേ, നമ്മളെയൊക്കെ അള്ളാഹുവെ കാക്കണേ. നമ്മുടെയൊക്കെ ആക്കിബത്ത് എന്തായിരിക്കും? നമുക്കൊരു അവസാനമുണ്ട്, ഒരു അന്ത്യമുണ്ട്. അത് ഉസൈരിമിനെ പോലെ അള്ളാഹു കാക്കട്ടെ. ഉസൈരിമിനെ പോലെ ആണെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഭയങ്കര സന്തോഷം. അതേസമയം അള്ളാഹു കാക്കട്ടെ കുസ്മാനെ പോലെ എങ്ങാനും ആയാലോ, അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ, പിന്നെ തീരാ നഷ്ടമായിരിക്കും. അപ്പോൾ എപ്പോഴും ദുആ ചെയ്യണം ആക്കിബത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവെ എൻ്റെ അവസാനം നീ നന്നാക്കണേ, നീ എന്നെ തൃപ്തിപ്പെട്ട രീതിയിൽ എനിക്ക് നിന്നെ കണ്ടുമുട്ടാനുള്ള തോഫീക്ക് നൽകണേ എന്ന് നമ്മളെപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അങ്ങനെ 10 കൊടിവാഹകരും വീണു. അതിനുശേഷം ഇവരുടെ കൂട്ടത്തിൽ ഭൃത്യനായിട്ട് വന്ന ഒരു അടിമയുണ്ടായിരുന്നു. അയാളുടെ പേര് സുആബ് എന്ന പേരുള്ള ഒരു അബ്സീനക്കാരനായ ഒരു അടിമയുണ്ടായിരുന്നു. അയാൾ കൊടിയെടുത്തു. അയാളും തൻ്റെ യജമാനന്മാരോടുള്ള കൂറ് പ്രകടിപ്പിക്കാൻ വേണ്ടി അയാളും ശക്തമായി പോരാടി. പക്ഷേ അയാളെ മുസ്ലിമീങ്ങൾ വകവരുത്തി. ആദ്യം 2 കൈവെട്ടി, അയാൾ പിന്നെ നെഞ്ചുകൊണ്ടും തോളെല്ലുകൊണ്ടും ഒക്കെ ഇങ്ങനെ അതിനെ കൂട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം അയാളും മരിച്ചു വീണു. പിന്നെ കിതാബിൽ വരുന്നുണ്ട്, അതിനുശേഷം ആ നിലത്ത് വീണ കൊടി അവസാനം ഇവർ പിന്തിരിഞ്ഞോടുന്നത് വരെ തൊടാൻ പോലും ഒരു മനുഷ്യനും ധൈര്യം കാണിച്ചില്ല എന്ന്. ഏകദേശം 10-11 പേരെ തുടർച്ചയായി കൊന്ന് മുസ്ലിമീങ്ങൾ നിലത്തിട്ട മുശ്രിക്കീങ്ങളുടെ ആ കൊടി ഒന്ന് തൊടാൻ പോലും ഇവർ പിന്തിരിഞ്ഞോടുന്നത്, അതായത് ഖാലിദ് റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്ന് മുസ്ലിമീങ്ങൾ ആക്രമിക്കുന്നത് വരെ ഒരു കുട്ടി പോലും തയ്യാറായില്ല എന്ന് നമുക്ക് കിതാബിൽ കാണാൻ പറ്റും. അതിനുശേഷവും മുസ്ലിമീങ്ങൾ കാഴ്ചവെച്ച പോരാട്ടം ഭയങ്കരമായിരുന്നു. കാരണം 700 പേരേ ഉള്ളൂ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ, ശത്രുക്കളുടെ പേരിൽ 3000 പേരുണ്ട്. അതും ചില്ലറക്കാരല്ല, സർവ്വവിധ സന്നാഹങ്ങളോടും കൂടിയാണ് വന്നത്. ആയുധങ്ങൾ എടുത്തു നോക്കിയാലും അവരാണ് കൂടുതലുള്ളത്. പക്ഷേ മുസ്ലിമീങ്ങൾ ശക്തമായി പോരാടി. അന്ന് ശക്തമായി പോരാടിയവരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു, അസദുല്ലാഹി വ അസദു റസൂലി. വഹ്ഷി എന്നെ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം മുസ്ലിം ആയല്ലോ വഹ്ഷി റളിയല്ലാഹു അൻഹു. അപ്പോൾ വഹ്ഷിയുടെ ഡ്യൂട്ടി എന്താ? ജുബൈർ ബിൻ മുത്ഇം എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം പിന്നീട് മുസ്ലിമായി റളിയല്ലാഹു അൻഹു. ജുബൈർ ബിൻ മുത്ഇം ഏൽപ്പിച്ചതാണ് വഹ്ഷീനെ. ഹിന്ദും അതിന് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എങ്ങനെയും ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലണം. അപ്പോൾ വഹ്ഷി യുദ്ധരണാങ്കണത്തിൽ മുഴുവനും ഹംസ റളിയല്ലാഹു അൻഹുവിനെ തപ്പി നടക്കുക. അപ്പോൾ വഹ്ഷി തന്നെ അത് വിവരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് വഹ്ഷി മുസ്ലിമാകാൻ വേണ്ടി നബിതങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നബി തന്നെ ചോദിക്കുന്നുണ്ട്, നീയാണോ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്? വഹ്ഷി പറയും അതെ. എന്നാൽ ആ കൊന്ന രീതി എനിക്കൊന്ന് വിവരിച്ച് തരാമോ എന്ന് പറഞ്ഞിട്ട് വഹ്ഷിയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വഹ്ഷി അന്നും പിന്നീട് പല താബിഈങ്ങൾക്കും പറഞ്ഞു കൊടുത്ത ചരിത്രം, ആ അന്നത്തെ ദിവസത്തെ സംഭവം കിതാബുകളിൽ വരുന്നുണ്ട്, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ. വഹ്ഷി പറയുക, റഅയ്തുഹു ഫി അർളിൻ നാസി മിസ്ലൽ ജമലിൽ ഔറഖ് യഹുദ്ദുൻ നാസ ഹദ്ദൻ മാ യഖൂമു ലഹു ഷൈ. ഞാനിങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ തപ്പിപ്പോയപ്പം അദ്ദേഹം ഒരു ഇടഞ്ഞ ഒട്ടകത്തെ പോലെ, അത് അവർ അന്നത്തെ കാലത്ത് ആനയെ കാണാത്തതുകൊണ്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഉദാഹരണം പറയുമ്പോൾ എന്ത് പറയാം, മതമിളകിയ ആനയെപ്പോലെ യഹുദ്ദുൻ നാസ ഹദ്ദൻ, ജനങ്ങളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മാ യഖൂമു ലഹു ഷൈ എന്ന
ഒരാൾക്കും ഒരു കാര്യത്തിനും അയാളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന്, അത്രയും ശക്തമായിട്ട് പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വഹ്ഷി എന്ത് ചെയ്തു വെച്ചാൽ, വഹ്ഷിക്ക് വേറെ ഒരു ലക്ഷ്യമില്ല, ഹംസ റളിയല്ലാഹുവിനെ കൊല്ലുക എന്നുള്ള മാത്രമേ ലക്ഷ്യമുള്ളൂ. വഹ്ഷി പിന്നെ മരങ്ങളുടെയും പാറകളുടെയൊക്കെ പിന്നിൽ ഇങ്ങനെ ഒളിച്ച് നിന്ന് പതുക്കെ 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 ഹംസ റളിയല്ലാഹുവിനെ പിന്തുടരാൻ തുടങ്ങി. ഒന്ന് സങ്കല്പിക്കുന്ന ആ രംഗം. ആദ്യം അദ്ദേഹം ഒരു പാറയുടെ പിന്നിൽ ഒളിക്കുന്നു, പിന്നീട് ഇങ്ങനെ പതുക്കെ വന്നിട്ട് അടുത്ത മരത്തിൻ്റെ പിന്നിൽ ഒളിക്കുന്നു, പിന്നീട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, അങ്ങനെ ഇങ്ങനെ ഒളിച്ചിട്ട് ഹംസ റളിയല്ലാഹുവിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഈ കുന്തം അറിയാൻ വേണ്ടിയിട്ട്, ഒരു സ്പോട്ട്, ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എത്ര നോക്കിയിട്ടും അതിനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അവസാനം വഹ്ഷി പറയാം, വഹസസ്തു ഹിർബത്തി ഹത്ത ഇദാ റളീതു മിൻഹ. അങ്ങനെ അവസാനം എനിക്ക് ഏകദേശം ഒരു സ്പോട്ട് കിട്ടി, അദ്ദേഹത്തെ എറിഞ്ഞ് വീഴ്ത്താൻ കഴിയുമെന്ന് ഉറപ്പ് വന്നപ്പോൾ ഞാൻ എൻ്റെ കുന്തം ഇങ്ങനെ കുലുക്കാൻ തുടങ്ങി. അതായത് ഈ കുന്തം എറിയുന്നതിന് മുമ്പ് ആളുകൾ ഇങ്ങനെ ആക്കും, ഹസസ്തു ഇങ്ങനെ ആക്കിയിട്ട് അതിന് ശേഷമാണ് കുന്തം ഇങ്ങനെ എറിയാറ്. അങ്ങനെ ഞാൻ കുന്തം ഇങ്ങനെ ആക്കി, ഹത്ത ഇദാ റളീതു മിൻഹ ദഫഅതുഹാ ഇലൈ. എനിക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടി, അദ്ദേഹത്തെ എറിഞ്ഞ് വീഴ്ത്താൻ കഴിയുമെന്ന് ഉറപ്പായപ്പം ഞാൻ ആ കുന്തം എറിഞ്ഞു. ആ കുന്തം നേരെ പോയി കൊണ്ടത് ഫി സുന്നത്തിഹീന. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പൊക്കളിൻ്റെയും ഗുഹ്യഭാഗത്തിൻ്റെയും ഇടയിലുള്ള ഭാഗം, ആ പാവത്തിൻ്റെ ആ ഭാഗത്തേക്ക്, അടിവയറെന്നൊക്കെ നമ്മൾ പറയുന്നില്ല, ആ ഭാഗത്തേക്കാണ് കൊണ്ട് തറച്ചത്. വഹ്ഷി എന്ന് പറഞ്ഞാൽ എറിഞ്ഞാൽ വേറൊരിക്കലും തെറ്റാത്ത അബിസീനക്കാരനായ കുന്തമെഴുത്തുകാരനാണ്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് പോയി കുന്തം തറച്ചത്. കുന്തം തറച്ചൊന്നും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിൻഭാഗത്തുകൂടെ, ചന്തിയുടെ ഭാഗത്തുകൂടെ ആ കുന്തം പുറത്തേക്ക് വന്നു എന്നാണ്. എന്നിട്ടോ വഹ്ഷി പറയാ, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വീര്യം തളരാതെ വദഹബ ലിയനൂഅ നഹ്വി, എൻ്റെ നേരെ ആ വീണ് കിടക്കുന്നതിൻ്റെ ഇടയിൽ കുന്തം ഇവിടുന്ന് കുത്തി ബാക്കിലൂടെ തറച്ച് കയറി. ആ സമയത്തും ആ എറിഞ്ഞ എന്നെ വെട്ടാൻ വേണ്ടി, എന്നെ കൊല്ലാൻ വേണ്ടി എന്നിലേക്ക് ഇങ്ങനെ നിരങ്ങി വാളും എടുത്തിട്ട് എന്നെ വെട്ടാൻ വേണ്ടി വന്നു എന്ന്. അപ്പോൾ ആ രംഗം സങ്കല്പിക്കണേ, വഹ്ഷി കുറച്ചിങ്ങനെ ബാക്കിലേക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ രക്തം വാർന്ന് മരിക്കുന്നത് വരെ ഇങ്ങനെ ബാക്കിൽ പോയിട്ട് അവിടെ ഇങ്ങനെ കാത്തു നിന്നു. അവസാനം അദ്ദേഹം ഇങ്ങനെ നിരങ്ങി വന്ന് രക്തം വാർന്ന് മരണപ്പെട്ടു, ഷഹീദായി റളിയല്ലാഹു അൻഹു വഅർളാഹ്. വഹ്ഷി പറയാ, ഞാൻ എന്നിട്ട് ആ കുന്തം ഇങ്ങനെ പറിച്ചെടുത്തു, നേരെ സൈനിക താവളത്തിലേക്ക് പോയി അവിടെ കുത്തിയിരുന്നു. കാരണം എനിക്ക് അന്ന് അതല്ലാതെ വലം യകുല്ലി ബിഗൈരിഹി ഹാജ, അന്നല്ലാതെ വേറെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അന്ന് ആകെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് വന്നത്, അത് ഞാൻ പൂർത്തിയാക്കി എൻ്റെ കുന്തം വലിച്ചൂരി ഞാൻ എൻ്റെ ടെൻറ്റിൽ പോയിട്ട് കാത്തിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഹംസ റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ വലിയൊരു പാഠം. കാരണം അദ്ദേഹം മുസ്ലിം ആകുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള ദീനിനോടുള്ള കൂറ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടൊന്നും ആയിരുന്നില്ല. അബൂജഹൽ തൻ്റെ സഹോദരപുത്രനെ അടിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേദനയാക്കി, മുറിവുണ്ടാക്കി എന്നറിഞ്ഞപ്പോൾ ആ സമയത്തുണ്ടായ ഒരു പക, അല്ലെങ്കിൽ ഒരു ദേഷ്യം, ഒരു ഹമിയത്ത്, ഒരു വർഗീയത, ആ വർഗീയതയുടെ പേരിലായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നത്. അതായത് ഇവനെ തൊടാനും മാത്രം നീ ആയോടാ, ഇവൻ്റെ ദീനിൻ്റെ പേരിലാണ് നീ തൊട്ടതെങ്കിൽ ഞാനും അവൻ്റെ ദീനിലാടാ എന്ന് പറഞ്ഞ് ആ ദേഷ്യത്തിൻ്റെ പേരിലായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയത്, തീരെ ഇഖ്ലാസ് ഇല്ലാത്ത രീതിയിൽ. പക്ഷേ പിന്നീടൊന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹം ഏത് ദർജയിലെത്തി. അന്നും ഇന്നും ഒക്കെ ആയിട്ട് നമ്മൾ ശുഹദാക്കളുടെ ഒരുപാട് ചരിത്രങ്ങൾ കേൾക്കാറുണ്ട്. ദീനിനു വേണ്ടിയിട്ട് അവർ ചെയ്ത ത്യാഗങ്ങൾ നമ്മൾ പറഞ്ഞ് ആവേശം കൊള്ളാറുണ്ട്. ഈ ലോകത്തുള്ള മുഴുവൻ ശുഹദാക്കളുടെയും സയ്യിദു ശുഹദാക്കളുടെ നേതാവായിട്ട് ഉഹദിൻ്റെ രണാങ്കണത്തിൽ ഷഹാദത്ത് വരിക്കാൻ മാത്രം ഭാഗ്യം ലഭിച്ച വലിയൊരു മഹത്വത്തിൻ്റെ ഉടമയായിട്ട് ഹംസ റളിയല്ലാഹു അൻഹു മാറി. അപ്പം നമ്മളും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അമൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ ഇഖ്ലാസ് വന്നോളണമെന്നില്ല. പക്ഷേ ഇഖ്ലാസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു അമലും നിർത്തിവെക്കരുത്. അതാണ് ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. മറിച്ചോ ഇഖ്ലാസ് ഇൻഷാ അല്ലാഹ് ഒരു അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഒരു പരിധി ആകുമ്പോഴത്തേക്ക് ഇഖ്ലാസ് അള്ളാഹു നമുക്ക് നൽകും. അത് ഇഖ്ലാസ് ഇല്ല എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മളുടെ ഒരു അമലും നമ്മൾ ഉപേക്ഷിക്കരുത് എന്ന വലിയൊരു ചരിത്രമാണ്, എന്നൊരു വലിയ പാഠമാണ് ഹംസ റളിയല്ലാഹു അൻഹു നമുക്ക് പകർന്നു നൽകുന്നത്. അതിനുശേഷം വീണ്ടും ഒരുപാട് പേര് ഹംസ റളിയല്ലാഹു അൻഹു മറിഞ്ഞു വീണെങ്കിലും സഹാബാക്കൾ ആരും പതറിയില്ല. അവർ ശക്തമായ പോരാട്ടം കാഴ്ചകൊണ്ടിരിക്കുക. ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ അന്ന് ഭയങ്കര ശക്തമായ പോരാട്ട വീര്യം പുറത്തെടുത്ത മറ്റൊരു മഹാനായിരുന്നു ഹൻദല ഇബ്നു അബി ആമിർ റളിയല്ലാഹു അൻഹു. ഹൻദല റളിയല്ലാഹു അൻഹു നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും, മലക്കുകൾ കുളിപ്പിച്ച സഹാബി, ചരിത്രവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉഹദിൻ്റെ രണാങ്കണത്തിൽ മലക്കുകൾ കുളിപ്പിച്ച സഹാബി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹൻദല ഇബ്നു അബി ആമിർ റളിയല്ലാഹു അൻഹു. പക്ഷേ ഹൻദല റളിയല്ലാഹു അൻഹുവിൻ്റെ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ചരിത്രം ഒരു പക്ഷേ മുമ്പൊരിക്കലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ കേട്ടതൊന്നുമല്ല ഹൻദല റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. ഈമാനിയായിട്ട്
നമുക്ക് ഭയങ്കരമായിട്ട് ആവേശമുണ്ടാക്കുന്ന വലിയൊരു കഥ, വലിയൊരു ചരിത്രം ഹല്ലല റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിലുണ്ട്. അതും നമ്മൾ അറിയാൻ ബാക്കിയുണ്ട്. ഹല്ലല റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെട്ടിരുന്നില്ല. അതിനുള്ള കാരണം എന്താ? വെള്ളിയാഴ്ചയാണ് റസൂലുള്ള അസറിന് പുറപ്പെടുന്നത്. ആ സമയത്തൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞത്. ഈ വെള്ളിയാഴ്ച റസൂലുള്ള പുറപ്പെട്ടതിന് ശേഷമുള്ള ആ രാത്രിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യ രാത്രി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നിട്ട് അനുവാദം ചോദിച്ചു, നബിയെ, എൻ്റെ ആദ്യ രാത്രിയാണിത്, ഞാൻ ഇന്നിവിടെ നിന്നോട്ടെ, എനിക്കൊരു ഇളവ് തരുമോ എന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് ഇളവ് നൽകി. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് അന്ന് വീട് കൂടി. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ജമീല എന്നാണ്, സൗന്ദര്യവതി എന്നർത്ഥം വരുന്ന ജമീല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. അങ്ങനെ അന്ന് രാത്രി അദ്ദേഹം മണിയറയിൽ കൂടി ആദ്യ രാത്രി കഴിച്ചു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോയി വരുന്ന സമയത്താണ് ഉഹദിൻ്റെ ഭാഗത്ത് നിന്ന് വിളയാളം കേൾക്കുന്നത്. ശത്രുക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടാൻ വേണ്ടി പോവാണ്, യുദ്ധം തുടങ്ങാൻ വേണ്ടി പോവാണ്, യുദ്ധം എന്തായാലും ഇന്ന് നടക്കൂ എന്നുള്ള വിളയാളം കേട്ടത്. ആ വിളയാളം കേട്ടപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ യുദ്ധം ചെയ്യാനുള്ള ഒരു അവസരം തനിക്കുണ്ട് എന്ന് മനസ്സിലായപ്പോൾ പിന്നീട് അദ്ദേഹം എല്ലാം മറന്നു. കല്യാണവും മറന്ന്, പുതിയ മണ്ണും മറന്ന്, ആദ്യ രാത്രിയും മറന്നു, എല്ലാം മറന്നു. അദ്ദേഹം നേരെ വീട്ടിലേക്ക് ഓടിപ്പോയി. ഭാര്യയോട് പറഞ്ഞിട്ട് തൻ്റെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടി പോയി. ഇത്രയും സംഭവം നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇമാം വാഖിദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ 1-ാം വാള്യം 273-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ വേറെ എവിടെയെങ്കിലും ഇല്ലാത്ത സംഭവം പറയാമെന്ന് വിചാരിക്കേണ്ട. അതിനുശേഷം വരുന്നൊരു ചരിത്രം, ഈ ജമീല ഉണ്ടല്ലോ, ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് ഓടിപ്പോകാൻ വേണ്ടി പോകുന്ന ഈ ഹല്ലല റളിയല്ലാഹു അൻഹുവിനെ നിർബന്ധപൂർവ്വം കൈക്ക് പിടിച്ച് നേരെ റൂമിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് റൂമിൻ്റെ അകത്ത് ചെന്ന് നിർബന്ധപൂർവ്വം ശാരീരിക ബന്ധത്തിൽ അദ്ദേഹവുമായിട്ട് ഏർപ്പെട്ടിട്ട് പുറത്ത് വന്ന് എന്ന് മാത്രമല്ല, ആ ഗോത്രത്തിലെ 4 ആണുങ്ങളെ അവർ വിളിച്ചു. എന്നിട്ട് അവരെ സാക്ഷിയാക്കി, ഞാനും എൻ്റെ മാപ്പിളയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും മാത്രമുള്ള സമയം റൂമിൻ്റെ അകത്ത് തനിച്ചായിട്ടുണ്ട്, റൂമിൻ്റെ അകത്ത് ഞങ്ങൾ സമയം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ 4 പേര് സാക്ഷ്യം വഹിക്കണമെന്ന് പറഞ്ഞിട്ട് 4 ആളുകളെ ഈ ജമീല സാക്ഷിയാക്കി. ഒരു മാനസിക വെപ്രാളത്തിൽ അല്ലെങ്കിൽ മനോനില തെറ്റിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ പോലെ എന്തൊക്കെയോ അവർ ചെയ്തു കൂട്ടാം. ആളുകൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായി. ഏതായാലും ഹല്ലല റളിയല്ലാഹു അൻഹു ഇതിനൊക്കെ ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് തൻ്റെ വസ്ത്രങ്ങളൊക്കെ എടുത്തണിഞ്ഞു, ആയുധങ്ങളൊക്കെ എടുത്ത് നേരെ ഉഹദിലേക്ക് ഓടിപ്പോയി. ആ പാവത്തിന് ആ ഓടിപ്പോകുന്നതിനിടയിൽ ജനാബത്തിൻ്റെ കുളി, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം കുളിക്കേണ്ട ജനാബത്തിൻ്റെ കുളിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. അദ്ദേഹം നേരെ ഉഹദിലേക്ക് പോയി. അദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം ആളുകളൊക്കെ ജമീലയോട് ചോദിച്ചു, ജമീല, അല്ല നീ എന്ത് വട്ടാണ് ഈ കാണിച്ചത്? നീ നിർബന്ധപൂർവ്വം ഭർത്താവിനെ വിളിക്കുന്നു, റൂമിനകത്ത് പോകുന്നു, അതിനുശേഷം പുറത്തേക്ക് വരുന്നു, 4 ആളുകളെ വിളിക്കുന്നു, സാക്ഷ്യം വഹിപ്പിക്കുന്നു, എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടിയത്? ആ സമയത്ത് ജമീല എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഒരു പെണ്ണ് കൊടുത്തൊരു മറുപടി ഉണ്ട് സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്. ഞാനത് വായിച്ചിട്ട് ഇങ്ങനെ നെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? റഅയ്തു കഅന്ന സമാഅ ഫുരിജത്ത്. രാത്രിയിൽ ഞാൻ കണ്ടത് ആകാശം അതിങ്ങനെ വിണ്ട് കീറി. എന്നിട്ടോ ഫദഖല ഫീഹ ഹല്ലല, ആ വിണ്ട് കീറിയ വിടവിലൂടെ എൻ്റെ മാപ്പിള ഹല്ലല ഇങ്ങനെ കയറിപ്പോകുന്നത് കണ്ടു. സുമ്മ ഉതുബിഖത്ത്, പിന്നീട് അത് പഴയ പോലെയായി. അപ്പോൾ എന്നിട്ട് എൻ്റെ ഉറക്കം നെട്ടി. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഫഖുൽതു ഹാദിഹി ഷഹാദ, ഇതിൻ്റെ അർത്ഥം എൻ്റെ മാപ്പിള, എൻ്റെ പ്രിയതമൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ ഹല്ലല ഷഹീദാകാൻ വേണ്ടി പോകുക എന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം അപ്പോൾ എനിക്കൊരു ആഗ്രഹം, നാളെ ഷഹീദാകാൻ പോകുന്ന, യുദ്ധത്തിൽ മരിക്കാൻ വേണ്ടി പോകുന്ന ഈ ഷഹീദിൻ്റെ ഒരു കുട്ടിയെ വയറ്റിൽ പേറി നൊന്ത് പ്രസവിക്കണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം. ആഗ്രഹത്തിൻ്റെ പേരിലാണ്, ഒരു ഷഹീദിൻ്റെ മകനെ പ്രസവിക്കാനുള്ള അത്യാഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. പിന്നെ എന്തിനാണ് നിങ്ങളെ 4 പേരെ കൊണ്ട് സാക്ഷ്യം വഹിപ്പിച്ചത്? നാളെ മറ്റന്നാൾ ഞാൻ വയറും വീർപ്പിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ആരും എന്നെക്കെതിരെ ആരോപണം ഉന്നയിക്കരുത്. ഹല്ലല കല്യാണം കഴിഞ്ഞ ഉടനെ യുദ്ധത്തിന് പോയല്ലോ, പിന്നെ എങ്ങനെ ഈ പെണ്ണിന് ഗർഭം ഉണ്ടായി, ഇതെവിടുന്ന്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊന്നും ചോദിച്ച് നിങ്ങൾ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കരുത്. നിങ്ങൾ ആരോപണം ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 4 പേരെ ഞാൻ സാക്ഷികളാക്കിയത്. എനിക്ക് എൻ്റെ ശാരീരിക ആവശ്യങ്ങൾ തീർക്കാൻ വേണ്ടിയല്ല ഞാൻ ബന്ധത്തിൽ ഏർപ്പെട്ടത്, മറിച്ചൊരു ഷഹീദിൻ്റെ കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് ആ സ്ത്രീ പറയാം. അല്ലാഹു അക്ബർ. നമ്മുടെ ഷേഖ് ഇത് പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ, സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തെറ്റിപ്പോകാൻ സാധ്യതകളുള്ള ബന്ധത്തിൽ, ഡൈവോഴ്സ് ആകാനോ അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും വലിയ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഡൈവോഴ്സ് ആകാനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെണ്ണിൻ്റെ വീട്ടുകാർ പെണ്ണിനോട് ചോദിക്കാൻ, മോളെ ഗർഭിണിയൊന്നും അല്ലല്ലോ അല്ലേ, പ്രഗ്നൻ്റ് ഒന്നും അല്ലല്ലോ എന്നാ ചോദിക്കുക. കാരണം എന്താ, അഥവാ ഈ കുട്ടി പ്രഗ്നൻ്റായി ഒരു കുട്ടി, പെൺകുട്ടിയിലൂടെ ആ ബന്ധത്തിലൂടെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഈ ഭർത്താവ് ഡൈവോഴ്സ് ആയതിനു ശേഷം രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ ആ കുട്ടി ഒരു ബാധ്യതയായി മാറും.
നമ്മൾ പരമാവധി എങ്ങനെയെങ്കിലും പ്രഗ്നൻ്റ് ആകാതിരിക്കാനാണ് ശ്രമിക്കുക, വിവാഹം ഒഴിയാൻ പോകുന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ സ്ത്രീ ആഗ്രഹിക്കുന്നത് തൻ്റെ മാപ്പിള മരിക്കുമെന്ന് ഉറപ്പായപ്പം എങ്ങനെയെങ്കിലും പ്രഗ്നൻ്റ് ആകാതിരിക്കാൻ വേണ്ടിയല്ല ശ്രമിക്കുന്നത്, മറിച്ച് നിർബന്ധപൂർവം ആ ഭർത്താവിലൂടെ ഒരു കുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക. ഏതായാലും ഹൻദല റളിയല്ലാഹു അൻഹു അങ്ങനെ ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് ഓടിപ്പോയി. ഉഹദിൻ്റെ രണാങ്കണത്തിൽ അദ്ദേഹം ശക്തമായി പോരാടി. അതും നമ്മൾ ശ്രദ്ധിക്കണം. ഏതായാലും എൻ്റെ മംഗലം കഴിഞ്ഞതല്ലേ, റസൂലുള്ളാഹിയുടെ കൂട്ടത്തിൽ യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹത്തിൽ ഞാൻ വന്നു, തൽക്കാലം ഒരു സേഫ് സോണിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മാറി സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാം, വെറുതെ രണാങ്കണത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങിയിട്ട് ജീവൻ കളയേണ്ട എന്നൊന്നും അദ്ദേഹം തീരുമാനിച്ചില്ല. അദ്ദേഹം രണാങ്കണത്തിൽ യുദ്ധത്തിൻ്റെ നടുക്ക് നിന്ന് പോരാടി 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 എത്രത്തോളം എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാൻ മുശ്രിക്കീങ്ങളുടെ നേതാവിൻ്റെ അടുക്കൽ വരെ അദ്ദേഹം എത്തിയിരുന്നു. സാധാരണ നേതാവ് എന്ന് പറഞ്ഞാൽ വലിയൊരു പരിവാരത്തിൻ്റെ കൂട്ടത്തിൽ നടുക്കായിരിക്കും, അവിടെയൊക്കെ വെട്ടിത്തുരത്തി അദ്ദേഹം അബൂ സുഫിയാൻ്റെ നേരെ എത്തി. അബൂ സുഫിയാനുമായി ശക്തമായ പോരാട്ടം നടത്തി. അവസാനം അബൂ സുഫിയാൻ്റെ വാഹനത്തെ കുതിരയെ കൊന്നു, അബൂ സുഫിയാനെ താഴെ ഇട്ടു. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വാളിങ്ങനെ ഉയർത്തി ഏകദേശം അബൂ സുഫിയാനെ കൊന്നു എന്നുള്ള അവസ്ഥ എത്തിയപ്പോഴേക്കും ഷദ്ദാദ് ബിൻ അൽ അസ്വദ് എന്ന് പറഞ്ഞ ഇത് കണ്ടിട്ട് പെട്ടെന്ന് പിന്നിൽ വന്ന് ആ പാവത്തിനെ വെട്ടി താഴെ വീഴ്ത്തി ഷഹീദാക്കിയെന്നാണ്. ഒരു പക്ഷേ അന്ന് ഹൻദല റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനെ വകവരുത്തിയിരുന്നെങ്കിൽ റളിയല്ലാഹു അൻഹു, അവരൊക്കെ പിന്നീട് മുസ്ലിമീങ്ങളായി, ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ അതൊരു ഭയങ്കര വലിയൊരു വഴിത്തിരിവായി മാറുമായിരുന്നു. അപ്പോൾ ഏതായാലും ഹൻദല റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഇറങ്ങിയിട്ടും അത്രയും ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച അവസാനം ഷദ്ദാദ് ബിൻ അസ്വദ് എന്ന് പറഞ്ഞ ഒരാളുടെ വാളിനിരയായിട്ട് അദ്ദേഹം ഷഹീദായി വീണു. സാധാരണഗതിയിൽ ശുഹദാക്കളെ കുളിപ്പിക്കാറില്ല, ശുഹദാക്കളെ കുളിപ്പിക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ സഹാബാക്കൾ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ എടുത്തു നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ മുടിയിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റി വീഴുന്നു. ആൾക്കാർക്കെല്ലാം അത്ഭുതമായി, ശുഹദാക്കൾ ആരും കുളിപ്പിക്കൂലല്ലോ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ മുടിയിൽ നിന്ന് മാത്രം എന്താ രക്തം ഇറ്റി വീഴുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് അരുളി, ഇന്നി റഅയ്തുൽ മലായികത തഗ്സിലു ഹൻദലത ബിൻ അബി ആമിർ, ഞാൻ മലക്കുകൾ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിക്കുന്നത് കണ്ടു. ആകാശഭൂമികൾക്കിടയിൽ മഴവെള്ളം കൊണ്ട് ഒരു വെള്ളിയുടെ പാത്രത്തിൽ കുളിപ്പിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നിങ്ങൾ വേഗം പോയിട്ട് അവൻ്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക് എന്താ കാരണമെന്നും. ആൾക്കാരൊക്കെ ഓടി ജമീലയുടെ അടുക്കൽ വന്നിട്ട് എന്താ കാരണമെന്ന് ചോദിച്ചു. ജമീല പറഞ്ഞു, എൻ്റെ മാപ്പിള പോയപ്പം ആ ധൃതിയിൽ ജനാബത്ത് കുളിക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് തന്നെയാണ് കാരണം, അദ്ദേഹം ജനാബത്ത് കുളിക്കാത്തത് കൊണ്ട് മലക്കുകൾ അദ്ദേഹത്തെ കുളിപ്പിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഭാഗ്യമല്ലേ, മലക്കുകൾ കുളിപ്പിക്കുക, മലക്കുകൾ കുളിപ്പിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സഹധർമ്മിണിയുടെ ആലിംഗനത്തിൻ്റെ ഊഷ്മളതയിൽ നിന്ന് മൂർച്ചയേറിയ വാൾത്തലപ്പുകളുടെ ഗർജനങ്ങളിലേക്ക് ഓടിക്കയറിയ, തീഷ്ണതയിലേക്ക് ഓടിക്കയറിയ അല്ലേ, ചൂടേറിയ തൻ്റെ ഭാര്യയുടെ കെട്ടിപ്പിടുത്തത്തിൽ നിന്ന് വാൾത്തലപ്പുകളുടെ ചൂടിലേക്ക് ഓടിപ്പോയി ഷഹാദത്ത് വരിച്ച് യുഹദിൻ്റെ രണാങ്കണത്തിൽ മറിഞ്ഞു വീണ മഹാനായ സഹാബി ഹൻദല റളിയല്ലാഹു അൻഹു. ഇതോടുകൂടി ഈ കഥ അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ ജമീലയുടെ ഈ സംഭവം റളിയല്ലാഹു അൻഹ, ഈ സംഭവം വായിച്ചതിന് ശേഷം, വാഖിദിയിൽ വായിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹം, ഇവർ തമ്മിലുള്ള ഈ ബന്ധത്തിൽ എന്തായി, കുട്ടിയായോ ഇല്ലേ, നിങ്ങൾക്കും ചിലപ്പം അതറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. അങ്ങനെ ഞാൻ തപ്പിപ്പോയി പരതി അവസാന ചരിത്രത്തിൽ നോക്കുമ്പോൾ നമ്മളൊന്നും അറിയാത്ത വലിയൊരു മഹാപുരുഷനെ നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു ഹൻദല റളിയല്ലാഹു അൻഹു. അബ്ദുള്ള എന്നറിയപ്പെടുന്ന ചരിത്രത്തിൽ അനബ്നു ഗസീലിൽ മലായിക, മലക്കുകളാൽ കുളിപ്പിക്കപ്പെട്ട ഗസീലുൽ മലായിക്കയുടെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞ് ഫഖർ നടിച്ചിരുന്ന ഒരു മഹാമനുഷ്യനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ജമീല ആഗ്രഹിച്ചതുപോലെ റളിയല്ലാഹു അൻഹ ഹൻദല റളിയല്ലാഹു അൻഹുമായിട്ടുള്ള അന്നത്തെ ആ ബന്ധത്തിൽ നിന്ന് അവരുടെ വയറ്റിൽ നിന്നൊരു കുഞ്ഞ് പറന്നിരുന്നു. അബ്ദുള്ള എന്നാണ് ആ മോനെ അവർ പേര് വെച്ചത്. അവരാഗ്രഹിച്ചതുപോലെ തന്നെ ആ ഷഹീദിൻ്റെ അതേപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉയർന്ന ത്യാഗം വഹിച്ചിരുന്ന തഖ്വയുടെയും സലാഹിയത്തിൻ്റെയും ഒക്കെ വിഷയത്തിൽ വലിയ ദർജയിലുണ്ടായിരുന്ന മഹാമനുഷ്യനായി അദ്ദേഹം വളർന്നു. അദ്ദേഹത്തെക്കുറിച്ച് സാധാരണ ഒരുപാട് ചരിത്രങ്ങൾ വരുന്നു. മദീനത്ത് തന്നെ താമസിച്ചിരുന്ന വ്യക്തിയാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ലഹും മിൻ ജഹന്നമ മിഹാദ് ലഹും മിൻ ജഹന്നമ മിഹാദും വമിൻ ഫൗഖിഹിം ഗവാഷ്, സൂറത്ത് ആൽ ഇമ്രാനിലെ സൂറത്ത് അറാഫിലെ ആയത്ത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഓതി കേൾപ്പിച്ചു. നരകത്തെക്കുറിച്ചുള്ള ആയത്ത്. അവരുടെ താഴെയും നരകത്തിൽ നിന്നുള്ള തീയിൽ നിന്നുള്ള വിരിപ്പായിരിക്കും, അവരുടെ മുകളിലും നരകത്തിൽ നിന്നുള്ള തീയിൽ നിന്നുള്ള പുതപ്പായിരിക്കും എന്ന ആയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഓതിയെന്നാണ്. അത് കേട്ടിട്ട് അദ്ദേഹം കരഞ്ഞ്, ആളുകൾ അന്ന നഫ്സഹു സതഖ്റുജ് ഇങ്ങനെ കരഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ പോയിപ്പോന്ന് ആൾ വിചാരിക്കുന്ന രീതിയിൽ കരഞ്ഞു അല്ലേ. സാധാരണ ഇങ്ങനെ
എങ്ങനെ അടിക്കുമ്പോൾ ശ്വാസം നിൽക്കുമല്ലോ, അങ്ങനെ അദ്ദേഹത്തിന് ജീവൻ പോയിപ്പോവോ എന്ന് ഭയക്കുന്ന തരത്തിൽ അദ്ദേഹം കരഞ്ഞു. അല്ലാഹു അക്ബർ. അതിനുശേഷം ആ കരച്ചിലിൻ്റെ സമയത്തിന് അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റു. അപ്പോൾ ആളുകൾ പറഞ്ഞു, മഹാനവറുകൾ ഒന്ന് ഇരിക്കി, അങ്ങയുടെ ഈ ബുദ്ധിമുട്ടൊന്നും മാറിയിട്ട് എഴുന്നേറ്റാൽ പോലെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മനഅ മിന്നി ദിക്റു ജഹന്നമൽ ഖുഊദ്, നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ ഇരുത്തത്തെ തടഞ്ഞിരിക്കുന്നു. ലാ അദ്രി ലഅല്ലി അഹദുഹും, ഒരു പക്ഷേ ഞാനും അവരിൽപ്പെട്ട ഒരാളായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞു എന്നാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നത്, ഈ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കയോ വിരിപ്പോ ഇല്ലായിരുന്നു എന്നാണ്. രാത്രി മൊത്തവും ദീർഘമായി നിന്ന് നമസ്കരിക്കും. അവസാനം നല്ല ക്ഷീണം വന്നാൽ സ്വന്തം മേൽമുണ്ട് വിരിപ്പാക്കിയിട്ട് സ്വന്തം കൈത്തണ്ട തലങ്ങണയാക്കിയിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുന്ന. അതല്ലാതെ ആ മേൽമുണ്ടും കൈത്തണ്ടയും അല്ലാതെ മറ്റൊരു വിരിപ്പോ തലകണയോ കട്ടിലോ ഈ മഹാനവറുകൾക്കില്ലായിരുന്നു എന്നാണ്. അവസാനം മദീനത്ത് ഒരു വലിയ സംഭവം നടന്നു. വഖഅത്തുൽ ഹറ എന്നതിന് പറയാം. മദീന 3 ദിവസം ചോരക്കളമായി മാറിയ വലിയൊരു യുദ്ധം നടന്നിരുന്നു അന്നത്തെ കാലത്ത്. അതൊക്കെ വലിയ ചരിത്രമാണ്, പിന്നീട് പറയുകയാണെങ്കിൽ പറയേണ്ടതാണ്. ഏതായാലും നമ്മുടെ ചരിത്രത്തിൽ അത് വരുന്നില്ല. ഏതായാലും ആ യുദ്ധത്തിൽ ഇദ്ദേഹം ശക്തമായി പോരാടി. ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇദ്ദേഹത്തിൻ്റെ 8 മക്കൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഷഹീദായി. ഇദ്ദേഹം പതറിയില്ല. അവസാനം അദ്ദേഹം കുറച്ച് ആൾക്കാർ മാത്രം ഒറ്റക്കായി, വാള് പൊട്ടി. എന്നിട്ടും ഇദ്ദേഹം പോരാടി. കാരണം എന്താ? ഗസീലുൽ മലായിക്ക, ഹംസല റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനല്ലേ. അങ്ങനെ ഇദ്ദേഹം ശക്തമായി പോരാടി. അവസാനം ഇദ്ദേഹവും മരണപ്പെട്ടു. ഇദ്ദേഹം മരണപ്പെടുന്നത് പിന്നിൽ നിന്നൊരു കുത്തേറ്റിട്ടാണ്. അപ്പോൾ മുന്നിലേക്ക് ഇങ്ങനെ മുഖം കുത്തി വീണിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. മരിക്കുന്ന സമയത്ത്, വീഴുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഔറത്ത് വെളിവാകാൻ പോയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തൻ്റെ മുണ്ടൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഔറത്ത് വെളിവാകാതെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം വീഴുന്നത്. അദ്ദേഹം വീഴുന്ന സമയത്ത് കൈ ഇങ്ങനെ ചൂണ്ടിയിട്ടായിരുന്നു വീണത് എന്നും ചരിത്രത്തിൽ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഒരാളിങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ അദ്ദേഹത്തെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മഹാനവറുകളെ, അങ്ങ് ജീവിതത്തിൽ മുഴുവൻ അള്ളാഹുവിനെ തഖ്വ ചെയ്തു, രാത്രി കാലങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ മുന്നിൽ നമസ്കരിച്ച് സുജൂദിലായി കഴിഞ്ഞു. ഇതാ അവസാനം മരിച്ചു വീണപ്പോഴും അങ്ങ് സുജൂദിലായി തന്നെയാണ് മരിച്ചത്. ജീവിതം മുഴുവൻ അങ്ങ് അള്ളാഹുവിനെ തഖ്വ ചെയ്തു. അങ്ങയുടെ വാപ്പയും ഉമ്മയും അങ്ങയുടെ ഉമ്മ അങ്ങയെ തർബിയത്ത് ചെയ്തതുപോലെ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് പാപങ്ങളിലേക്കൊന്നും പോകാതെ അങ്ങ് ജീവിച്ചു. അവസാനം മരിക്കുമ്പോഴും അങ്ങയുടെ ഔറത്ത് പോലും വെളിവാക്കാതെ അതിനെയും സൂക്ഷിച്ച് അതിനെയും തഖ്വ ചെയ്തിട്ടാണ് അങ്ങ് മരണപ്പെട്ടത്. അങ്ങ് ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച തഖ്വയുടെയും സലാഹിയത്തിൻ്റെയും പേരിലല്ലാതെ അങ്ങേക്ക് ഇതൊരിക്കലും സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ആ മഹാന്മാരുടെ കൂട്ടത്തിൽ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അപ്പോൾ ആ 2 ദമ്പതികൾക്ക് നല്ലൊരു മകൻ പിറന്നു. ഹംസല റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഇവിടെയും അവസാനിക്കുന്നില്ല. ഈ കഥയിൽ 2 ട്വിസ്റ്റുകളുണ്ട്. സാധാരണ നമ്മുടെ പുതിയ ഭാഷയിൽ അങ്ങനെയല്ല പറയല്, 2 ട്വിസ്റ്റുകളുണ്ട്. ഈ ഹംസല റളിയല്ലാഹു അൻഹു ആരാണെന്നറിയോ? ഇത്രയും നേരം നമ്മൾ കേട്ട ആവേശം കൊണ്ട് ഹംസല റളിയല്ലാഹു അൻഹു ഗസീലുൽ മലായിക്ക എന്നറിയപ്പെടുന്ന, വഹദിൻ്റെ രണാങ്കണത്തിൽ മലക്കുകൾ കുളിപ്പിച്ച ഷഹീദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവ് കൊണ്ട് സന്തോഷ വാർത്ത അറിയാൻ ഭാഗ്യം ലഭിച്ച ആൾ ആരാ? ഈ ഹംസല റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വാപ്പാർ ആരുടെ മകനാ? അതിന് അദ്ദേഹത്തിൻ്റെ പേര് മുഴുവനായിട്ടൊന്ന് വായിച്ചാൽ മതി. ഹംസല ഇബ്നു അബി ആമിർ അർ-റാഹിബ് അല്ലെങ്കിൽ ഫാസിഖ്. ക്ലാസിൻ്റെ ആദ്യത്തിൽ പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. നമ്മളൊരു മഹാവൃത്തികെട്ടവനെ കുറിച്ച് പറഞ്ഞിരുന്നു. റസൂലുള്ള സ്ഥിരം നാവ് കൊണ്ട് ഫാസിഖ് എന്ന് വിളിച്ച, മോശപ്പെട്ടവൻ, വൃത്തികെട്ടവൻ എന്ന് വിളിച്ച ഒരാളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇബ്നു അബി ആമിർ. അയാളുടെ മകനായിരുന്നു ഹംസല റളിയല്ലാഹു അൻഹു. ട്വിസ്റ്റ് കഴിയുന്നില്ല. ഇനി ജമീൽ ആരാന്നറിയോ? ഹംസല റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. ഒരിക്കലും നമ്മൾ ഇത്രയും നാളും കേൾക്കാത്തൊരു മഹാസംഭവം കൊണ്ട്, ചരിത്രം കൊണ്ട് നമ്മളെ ഇന്ന് അത്ഭുതപ്പെടുത്തിയ ഒരു സ്ത്രീ, ഇന്നത്തെ ക്ലാസ്സിലെ താരമെന്ന് വേണമെങ്കിൽ പറയാം. ഈ ജമീൽ ആരാന്നറിയോ? ആരുടെ മകളാണെന്നറിയോ? അതിനും ജമീലയുടെ ഫുൾ നെയിം നമ്മൾ വായിച്ചാൽ മതി. ജമീല ബിൻത് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ. നബിയെ, നിങ്ങൾ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞാലും ആ വൃത്തികെട്ടവൻ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. നബിയെ, അങ്ങ് മയ്യത്ത് നമസ്കരിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ ആക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു വ്യക്തമായി വിമർശിച്ച, ഖുർആനിൽ വിമർശിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച മുനാഫിക്കീങ്ങളുടെ നേതാവായ, അത്രയും വൃത്തികെട്ട രീതിയിൽ ജീവിച്ച് മരിച്ച അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂലിൻ്റെ പുത്രിയാണ് ജമീല. ഇബ്നു അബി ആമിർ അർ-റാഹിബിൻ്റെ അല്ലെങ്കിൽ അൽ ഫാസിഖിൻ്റെ മകനാണ് ഹംസല റളിയല്ലാഹു അൻഹു. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലേക്കോ കോലങ്ങളിലേക്കോ, നിങ്ങൾ ആരുടെ മോനാണോ, നിങ്ങൾ ഏത് തറവാട്ടിലാണ്, ഏത് കുടുംബത്തിൽ, ഒന്നൊന്നുമല്ല. അള്ളാഹു നോക്കുന്നത് ഇലാ ഖുലൂബിക്കും വഅമാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്,
ആ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന, ആ ഹൃദയത്തിലൂടെ ഉണ്ടാകുന്ന ചിന്തയുടെ പേരിൽ നിങ്ങളുടെ അവയവങ്ങളിലൂടെ പുറപ്പെടുന്ന അമലുകൾ, അതെന്താണ്? ഇത് മാത്രമേ അള്ളാഹു നോക്കുന്നുള്ളൂ. അതല്ലാതെ നീ ഏത് കുടുംബത്തിലാണ്, നീ ഏത് നാട്ടുകാരനാണ്, നീ ഏത് തറവാട്ടുകാരൻ, ഇതൊന്നും അള്ളാഹുവിനൊരു വിഷയമല്ല. അപ്പം നമ്മൾ ഇത്രയും കാലം എന്തായി ജീവിച്ചു എന്നുള്ളതല്ല, മറിച്ചോ നമ്മൾ ഇനി എങ്ങനെ ജീവിക്കുന്നു, അവസാനം നേരത്തെ പറഞ്ഞ പോലെ ആഖിബത്തിൻ്റെ സമയത്ത്, അന്ത്യസമയത്ത് നമ്മൾ എന്തായി മാറുന്നു എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെയും ഈ ഹൻദല റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും പോരാട്ട വീര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതല്ലാതെ വേറെയും കുറേ ആൾക്കാർ ഈ യുഹദ് രണാങ്കണത്തിൽ ശക്തമായി പോരാടിയവരാണ്. അവരിൽപ്പെട്ടവരാണ് സുബൈർ ബിൻ അവ്വാം, മുസ്അബ് ബിൻ ഉമൈർ, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്, ഉമർ ബിൻ ഖത്താബ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ്, സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ ഉബാദ, സഅദ് ബിൻ റബീഅ, അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹും ജമീഅൻ. ഇവരൊക്കെ ശക്തമായി പോരാടിയവരാണ്. ഇവരൊക്കെ സാധാരണ അറിയപ്പെടുന്നത് റജുലുൻ ബി അൽഫ് റജുൽ എന്നാണ്, 1000 പേർക്ക് ഒരാൾ എന്നാണ്. നമ്മൾ സാധാരണ 1000 കോഴിക്ക് ഒരു കാട, അരക്കാട എന്നൊക്കെ പറയില്ലേ. അതായത് ഇവർ ഒരാളുണ്ടെങ്കിൽ ശത്രുക്കൾ 1000 പേർക്ക് മതിയായവരാണ്. അങ്ങനെ മുസ്ലിം സൈന്യത്തിൽ അറിയപ്പെട്ടിരുന്ന കുറച്ച് ആൾക്കാരുടെ പേരാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇവരൊക്കെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. റസൂലുള്ളാഹി ഈ ഭാഗത്തുണ്ടായിരുന്ന മലയുടെ മുകളിൽ 50 അമ്പെയ്ത്തുകാരെ നിർത്തിയിരുന്നു. അവരും ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. 3 പ്രാവശ്യം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള സൈന്യവുമായിട്ട് മുസ്ലിമീങ്ങളെ പിന്നിലൂടെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. ഈ 3 പ്രാവശ്യവും ഈ 50ഓളം വരുന്ന അമ്പെയ്ത്തുകാർ അവരെ അമ്പെയ്തുകൊണ്ട് തുരത്തി ഓടിച്ചു. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ മുശ്രിക്കീങ്ങൾ കൊടി താഴെ വീണു. ഒരാൾ പോലും എടുക്കാൻ വേണ്ടി ധൈര്യം കാണിക്കുന്നില്ല. ശക്തമായ പോരാട്ടം, ആരും വിട്ടുകൊടുക്കുന്നില്ല. മുശ്രിക്കീങ്ങൾ പേടിച്ചരണ്ടു. അവരോരോരുത്തരായിട്ട് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. പരാജയം അവർ രുചിക്കാൻ തുടങ്ങി. അവർ ആ പ്രതികാരം മറന്നു. 1 വർഷം അവർ കഷ്ടപ്പെട്ടെടുത്ത തയ്യാറെടുപ്പുകൾ മറന്നു. അവരുടെ പെണ്ണുങ്ങളെ മറന്നു. എല്ലാം മറന്ന് അവർ തിരിച്ചോടാൻ വേണ്ടി തുടങ്ങി. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അവരുടെ ഓട്ടത്തിൻ്റെ രംഗമൊക്കെ വളരെ മനോഹരമായ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഹിന്ദും അവളുടെ കൂട്ടുകാരുമൊക്കെ തങ്ങളുടെ തങ്ങളുടെ വസ്ത്രവും പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ മലയുടെ മുകളിൽ കയറുന്ന കാഴ്ച ഞാൻ കണ്ടു എന്നാണ്. അവരുടെ കാലിൻ്റെ പാദസരമൊക്കെ വ്യക്തമായി കാണാമായിരുന്നു എന്നാണ്. അതായത് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, മുണ്ടും പൊക്കി ഓടി എന്ന് പറയുന്ന പോലെ അത്രയും പരാജയമായിട്ട് ദയനീയമായ രീതിയിൽ മുശ്രിക്കീങ്ങൾ പിന്തിരിഞ്ഞോടാൻ വേണ്ടി തുടങ്ങി. മുസ്ലിമീങ്ങൾക്ക് വിജയം ലഭിച്ചു. അവരിങ്ങനെ കുറേ ആളുകൾ പിന്തിരിഞ്ഞോടി ഒരുപാട് ദൂരത്തേക്ക് എത്തി മുശ്രിക്കീങ്ങൾ. ബാക്കിയുള്ളവരിങ്ങനെ പതുക്കെ പിന്തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണ് മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗത്തിന് ചെറിയൊരു പിഴവ് വരുന്നതും അതിന് വലിയ വില നൽകേണ്ടി വരുന്നതും. അതൊരു പരീക്ഷണം മാത്രമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം 50ഓളം പേര് ഈ മലയുടെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഈ അവസ്ഥ കണ്ടു. ശത്രുക്കൾ പിന്തിരിഞ്ഞോടുന്നു, മുസ്ലിമീങ്ങൾ അവരെ പിന്നാലെ പായിക്കുന്നു. ഒരുപാട് സ്വത്തുക്കൾ അവർ ഉദ്ധരണാങ്കണത്തിൽ ഇട്ടിട്ടാണ് പോകുന്നത്. മുസ്ലിമീങ്ങളിൽ ഒരു വിഭാഗം അത് പതുക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. യുദ്ധം വിജയിച്ചല്ലോ. ഇത് കണ്ടിട്ട് ഈ മേലെ ഇരുന്ന റുമാത്ത് അമ്പെയ്ത്തുകാരായ ആളുകളിൽ കുറച്ച് ആൾക്കാർ അൽ ഖനീമ മാ തൻതദിറൂൻ, നിങ്ങൾ എന്താ കാത്തിരിക്കുന്നതാ, മുസ്ലിമീങ്ങൾ വിജയിച്ചു, നമുക്ക് ഗനീമത്ത് സ്വത്ത് എടുക്കണ്ടേ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞ ഉപദേശം അവരെ ഓർമ്മിപ്പിച്ചു. പോകരുതേ എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് ആ സമയത്ത് മനുഷ്യ സഹജമായ രീതിയിലുള്ള ചെറിയൊരു അനുസരണക്കേട് പറ്റി. അത് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തുവെന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് മാർക്കിടാൻ നിൽക്കരുത്. ആ അനുസരണക്കേടിൻ്റെ പേരിൽ 40ഓളം പേര്, 50 പേരെയാണ് നിർത്തിയത്, 40 പേരും അവിടെ നിന്ന് ഇറങ്ങി നേരെ മുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് പോയി. അപ്പോൾ ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് ഈ പൊസിഷൻ കീപ്പിംഗ് ആണ്. ഓരോരുത്തരും അവർക്ക് ഏൽപ്പിക്കപ്പെട്ട, അന്നത്തെ യുദ്ധത്തിൻ്റെ പ്രത്യേകത, അവർക്ക് ഏൽപ്പിക്കപ്പെട്ട പൊസിഷനിൽ തന്നെ നിന്നാൽ മാത്രമേ യുദ്ധം വിജയിപ്പിക്കാൻ വേണ്ടി പറ്റൂ. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ കൊന്നുപോകും. കാരണം ആർക്കൊന്നും തിരിയില്ല, മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഒരു നേതാവിൻ്റെ, ആ കമാൻഡറിൻ്റെ, ചീഫിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ സഫിനെ ക്രമീകരിക്കലാണ്, തർത്തീബ് സുഫൂഫ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള യുദ്ധങ്ങളുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഖാലിദ് ബിൻ വലീദ് ആയിരിക്കും നേതാവ്. അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ സഅദ് ബിൻ അബീ വഖാസ് ആയിരിക്കും. പക്ഷേ അദ്ദേഹം ഇറങ്ങി പോരാടിയിട്ടുണ്ടാവില്ല. കാരണം എന്താ, അതിനേക്കാൾ വലിയ ദൗത്യമാണ് ഈ ഇവരെ ക്രമീകരിക്കുക എന്നുള്ളത്. നീ ഇവിടെ നിൽക്ക്, നീ മൈമനത്തിൽ റൈറ്റ് വിങ്ങിൽ, നീ മൈസറത്തിൽ, നീ അടുത്ത്, അതിനെ ഇങ്ങനെ അവസാനം വരെ ക്രമീകരിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു കാര്യം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഈ 40 ആൾ കൂടി മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് എല്ലാവരും കൂടി ഹൽത്തുമൽത്തായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു, എല്ലാവരും കൂടി കൂടിക്കലർന്നു. ഈ 40 പേരും കൂടി വന്നപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടി കൂടിക്കലരുന്ന ഒരവസ്ഥ വന്ന് എല്ലാവരുടെയും പൊസിഷൻ തെറ്റി. അതുകൊണ്ടാണ് രണ്ടാമതൊന്ന് ഒരുമിച്ച് കൂടിയിട്ട് അവർക്കെതിരെ അടിക്കാൻ വിചാരിച്ചപ്പോഴും മുസ്ലിമീങ്ങൾക്ക് പെട്ടെന്ന് ഒരു സഫ് ക്രമീകരിക്കാൻ പറ്റാതായി വന്നത്. ഏതായാലും ഈ സഹാബാക്കളും താഴെ ഇറങ്ങി വന്ന് ഗനീമത്ത് വാരിക്കൂട്ടാൻ തുടങ്ങി. പക്ഷേ മലയുടെ മുകളിൽ നടക്കുന്ന ഓരോ അനക്കങ്ങളും,
അവിടെ നിന്ന് ആൾ ഇറങ്ങിപ്പോകുന്നതും 10 ആൾ മാത്രം ബാക്കിയാവുന്നതും മുസ്ലിമീങ്ങളുടെ ഈ അവസ്ഥയുമൊക്കെ കൃത്യമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന 2 കണ്ണുകളുണ്ട്. ആ 2 കണ്ണുകളിൽ സാധാരണ ഒരു കാര്യവും അവ്യക്തമാകാറില്ല, കാണാതെ പോകാറില്ല ആ കണ്ണുകൾ. ആരുടേതായിരുന്നു ആ 2 കണ്ണുകൾ? ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ 2 കണ്ണുകൾ അത് കൃത്യമായി വീക്ഷിച്ചു. അദ്ദേഹം തൻ്റെ പിന്നെ കൂട്ടുകാരൻ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്, അവർ രണ്ടുപേരും അന്ന് മുശ്രിക്കീങ്ങളായിരുന്നു. അദ്ദേഹം അവർക്ക് ചെറിയ ആംഗ്യം കാണിച്ചു, സൈന് കൊടുത്തു. ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 200-300ഓളം വരുന്ന സൈനികരെയും കൊണ്ടുവന്നു. ഖാലിദ് റളിയല്ലാഹുവിൻ്റെ കൂട്ടത്തിലും 10-200 പേരുണ്ടായിരുന്നു. ഏകദേശം ഒരു 500ഓളം പേര് ഈ മലയുടെ പിന്നാലെ മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്നു. ആ 10 പേർക്ക് ഇവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഖാലിദ് റളിയല്ലാഹുവിൻ്റെ ഫസ്റ്റത്തെ ഓർഡർ തന്നെ ഈ 10 പേരെ കൊല ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ 10 പേരെ മുശ്രിക്കീങ്ങൾ ആദ്യം തന്നെ കൊന്നു. അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഷഹീദായി. ആ 10 പേരും നിലംപതിച്ചതിന് ശേഷം ഖാലിദിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം പിന്നാലെ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നു. പിന്നെ പെട്ടെന്ന് മുസ്ലിമീങ്ങളെ നോക്കുമ്പോൾ കാണുന്നത് ബാക്കിൽ നിന്ന് തങ്ങൾ ആക്രമിക്കാൻ വരുന്നൊരു സൈന്യത്തെയാണ്. ഇവരെ തിരിച്ചാക്രമിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ രണ്ടാമത് പൊസിഷൻ റീമേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലർന്ന ഹൽത്ത് മലത്തായതുകൊണ്ട് ഇവർക്ക് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വളരെ വിശദമായി തന്നെ പറയാം. അപ്പോൾ സാങ്കേതികമായ ചെറിയ തടസ്സമുണ്ടായതിൻ്റെ പേരിലാണ് ക്ലാസ് കുറച്ച് ലേറ്റായതും മുടങ്ങിപ്പോയതുമൊക്കെ. അള്ളാഹു ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളും എല്ലാ രീതിയിലും എളുപ്പമാക്കി തരുമാറാകട്ടെ. പറയുക കേൾക്കുക എന്നതിലൊക്കെ ഉപരി ജീവിതത്തിൽ പകർത്താൻ പറ്റിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.